ഭാരതത്തിൻ പുകൾ കൊടി ചാർത്തിയ വീരനാമുത്തര കോസലേന്ദ്രൻ തന്മന്ത്രിമാരുമായി രാജസഭാന്തരം തന്നിഴങ്ങി വാണിടുമ്പോൾ സന്തതിയില്ലാത്ത സന്താപമാറ്റുവാൻ മന്ത്രിയായിടും സുമന്ത്രരോധി തത്വദശരഥൻ രാജവൽകിടിനാൻ പുത്രകാമേഷ്ടിയാഗം നടത്തുവാൻ വിശ്വമുഖ്യമായ യാഗം ചെയ്യുവാൻ ഋഷ്യശൃംഗമുനി എഴുന്നള്ളി യാഗമൻപൊടു തുടങ്ങിയതായി രാജതരായ പുരവാസികളും ആ മുനീന്ദ്രരുടെ സാമഗാനമൊടു ഹോമഭൂമവും പൊങ്ങിടവേ ആമകാമഹിതയാഗ സമാപ്തിയിൽ ഭൂമിനായകൻ പ്രാർത്ഥന പോൽ അർത്ഥദീപ്തിയുടയർന്നുതരത്തിൽ അഗ്നിദേവനൊരു പാത്രവുമായി അരിവണങ്ങുമാകരഥമന്നവനരുളിയ ക്ഷണം മറയുകയായി നരപതി നൽകി കോസലകേകയ നന്ദിനി വാർത്ത പായസവും അർത്ഥമർത്ഥമതിൽ നിന്നും നൽകി സുമിത്രയാൽക്കും അവരന്നേരം നാലു നന്ദനര നേടി നരേന്ദ്രൻ നാലു വേദവും ചേരുമ്പോൾ നാലു വേദവും ചേരുമ്പോൾ शत्रुहर विजयकर शत्रुघ्न ममतनय पुत्रवर मुन्निनाय प्रभेच मन्नवनाय पूर्तियरुळवदिनुलनु पुत्ररंगनिन्नु दैवं राजाधिराजसुत राजित शरीर रघुव
सरस्वती नमस्तुभ्यं सरस्वती नमस्तुभ्यं वरदे कामरूपिणी वरदे कामरूपिणी विद्यारंभं करिष्यामि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा ഇത് കണ്ടോ, എല്ലാവരും ഓടി വരുന്നു. പ്രിയേ, സന്താനമില്ലായിരുന്നു നമുക്ക് ഈശ്വരൻ ഒരു പെൺകുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചു. സീതയിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് സീത എന്ന് നമുക്ക് പേര്. ദശരഥ, ലോകക്ഷേമാർത്ഥം നാം നടത്തുന്ന യാഗത്തിന് 2 രാക്ഷസ പരീക്ഷകൾ വിഘ്നം വരുത്തുന്നു. ഇത്രയുള്ളൂ. യാഗരക്ഷ ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ലേ? അതിനുവേണ്ടി എന്തു ചെയ്യാനും നാം സന്നദ്ധനാണെന്ന് ഇതാ സത്യം ചെയ്യുന്നു. സന്തോഷം. രാജൻ, യാഗരക്ഷയ്ക്കായി നിന്റെ മൂത്തപുത്രൻ രാമചന്ദ്രനെ എന്നോടൊന്ന് ചായക്കുക. എന്ത്? രാമനെ അയക്കാനും? മഹർഷി, രാമൻ എങ്ങനെ രാക്ഷസന്മാരെ എതിർക്കാൻ ശക്തരാകും? സേനാസമേതം അഹോരാത്രം കാവൽ നിന്ന് ഞാൻ തന്നെ യാഗരക്ഷ ചെയ്യാം. ദശരഥ, എനിക്കാവശ്യം രാമനെയാണ്. മഹാമുനെ, യുദ്ധരംഗം കണ്ടിട്ട് പോലും ഇല്ലാത്ത കുമാരനെ രാക്ഷസന്മാരെ എതിർക്കാൻ അയക്കുന്നത് രാജൻ, വിശ്വാമിത്രൻ ഉപദേശിക്കാൻ ഒരുമ്പെടുകയാണോ? ഭഗവൻ, മഹാമായാവികളായ രാക്ഷസന്മാരെ എതിരിടാൻ എന്റെ ഓമനപുത്രൻ അയക്കുന്നതിന് അങ്ങ് എന്നെ നിർബന്ധിക്കരുത്. ഇതാണോ നിന്റെ സത്യസന്ധത? വാക്കുമാറുന്നത് രഘുവംശത്തിന് ഭൂഷണം. ദശരഥ, രാമനെ അയക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാനിതാ പോയേക്കും. ക്ഷമിക്കണം മഹർഷി. രാജൻ വിശ്വാമിത്ര മഹർഷിക്ക് നൽകിയ വാക്ക് പാലിക്കൂ. അതുല്യ തപോധനായ ഇദ്ദേഹത്തോടൊന്നിച്ച് രാമലക്ഷ്മണന്മാരെ അയച്ചാൽ ആപത്തല്ല, ശ്രേയസ്സാണ് ഉണ്ടാവുക. അവിടത്തെ ആജ്ഞ ഇവൻ ശിരസാ വഹിക്കുന്നു. ആരവിടെ? രാമലക്ഷ്മണന്മാരെ ആയുധപാണികളായി വരാൻ പറയൂ. കുമാരന്മാരെ, വിശ്വാമിത്ര മഹർഷിയെ അനുഗമിച്ച് അദ്ദേഹത്തിന്റെ യാഗരക്ഷ ചെയ്യുവിൻ. അവിടുത്തെ കൽപ്പന പോലെ. ശരി, പോയി വരുവിൻ. എന്താണ് ഇത്ര പ്രസാദം? അറിഞ്ഞുകൂടായില്ലേ? പറയാതെ എങ്ങനെ അറിയാനാണ്? എന്റെ രാമചന്ദ്രനെ കാട്ടിലയക്കാൻ എങ്ങനെ മനസ്സ് വന്നു? എന്നോട് ഒരു വാക്ക് പറയാഞ്ഞത്. ഇനി എത്ര ദിവസം കഴിഞ്ഞാണ് കുമാരനെ ഒന്ന് കാണുക? ക്ഷമിക്കൂ, കൗശികന്റെ കോപം ഭയപ്പെട്ട്. കൗശികന്റെ കോപം? കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തവരാണോ മഹർഷിമാർ? ഞാനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് കരഞ്ഞ് കുമാരനെ കാട്ടിൽ അയക്കാതെ കഴിക്കുമായിരുന്നു. എന്തു ചെയ്യാം, അബദ്ധം പറ്റിപ്പോയി. ഇനി ഏതായാലും രാമൻ മടങ്ങി വരുന്നത് വരെ കാത്തിരിക്കയില്ലേ തരമുള്ളൂ. ഗുരുദേവ, എന്താണ് ഈ പ്രദേശം വിജനമായി കാണുന്നത്? പക്ഷിമൃഗാദികളുടെ ശബ്ദം പോലും കേൾക്കുന്നില്ലല്ലോ. രാമ, താടക എന്ന മഹാരാക്ഷസിയുടെ പാർപ്പിടമാണിത്. അവളെ ഭയന്ന് എല്ലാ ജീവജാലങ്ങളും ഇവിടം വെടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി വേണം നാം മുമ്പോട്ട് നീങ്ങാൻ. അവൾ എതിരിടാൻ വരുമെന്നുള്ളത് തീർച്ചയാണ്. രാമ, താടകയെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ അവളെ വധിക്കണം. ഗുരുദേവ, സ്ത്രീകളെ വധിക്കുന്നത് പാപമല്ലേ? സ്ത്രീയോ? രക്തപാനോത്സവയായ ഘോര രാക്ഷസി സ്ത്രീയോ? സംശയിക്കേണ്ട. ദുഷ്ടനിഗ്രഹം രാജധർമ്മമാണ്. വരൂ.
രാമ വേഗം അത്രമായിരിക്കും. സർവവിജയീ ഭവ. രാഘവ, ഞാൻ കൃതാർത്ഥനാണ്. എല്ലാം അവിടുത്തെ അനുഗ്രഹം. രാമചന്ദ്ര, അയോധ്യയിലേക്ക് മടങ്ങാൻ ധൃതിയായോ? എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? അവിടുത്തെ അനുഗമിക്കാനല്ലേ അച്ഛന്റെ ആജ്ഞ. എന്നാൽ നാം മിഥിലയിലേക്കാണ് പോകുന്നത്. വരും. പാപിക്ക് മോചനം സിദ്ധിച്ചു. ഗുരുദേവ. രാമ, ഗൗതമ മഹർഷിയുടെ പത്നി അകല്യാണിവൾ. നിന്റെ പാദസ്പർശത്താൽ ഇന്ന് അവൾക്ക് ശാപമോചനം ലഭിച്ചിരിക്കുന്നു. രാമ, അതാ ഗൗതമ മഹർഷി വരുന്നു. അഹല്യേ. സ്വാമി. മഹർഷി, ഉറങ്ങിക്കിടന്നിരുന്ന ഈ തപോവനം വീണ്ടും ചൈതന്യം നിറഞ്ഞതായി തീരട്ടെ. സകലമാന ജനങ്ങളുടെയും ശ്രദ്ധയ്ക്ക് നാളെ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ശിവധനുസ് പ്രദർശിപ്പിക്കുന്നതാണ്. ആ വില്ലെടുത്ത് കുലച്ച് അമ്പ് തൊടുക്കുവാൻ ശക്തിയുള്ളവനെ മഹാരാജാവിന്റെ പുത്രിയായ സീതാരാജകുമാരി സ്വയം വരിക്കുന്നതുമാണ്. ചൊല്ലു സഖി, ചൊല്ലു സഖി, കാരണം ചൊല്ലു സഖി, ചൊല്ലു സഖി, ചൊല്ലു സഖി, കാരണം ചൊല്ലു സഖി, ചൊല്ലുവാനാവാത്തൊരുല്ലാസമർന്നുള്ളം തുള്ളിക്കളിക്കുന്നതെന്തേ? ചൊല്ലു സഖി.
சொல்லு சகி മഹാവീരന്മാരായ രാജാക്കന്മാരെ, നിങ്ങൾക്ക് സ്വാഗതം. ഇതാ ഈ വില്ലെടുത്ത് കുലയ്ക്കുന്ന വീരനെ എന്റെ പുത്രി ഈ സദസ്സിൽ വെച്ച് വരിക്കുന്നതാണ്. ജനകരാജൻ കൈലാസപർവ്വതമെടുത്ത് അമ്മാനമാടിയ ഈ രാവണന്റെ കരങ്ങൾ കൊണ്ട് ഈ പഴമുടില് പുഷ്പം പോലെ എടുക്കുന്നത് കാണുന്നു. ക്ഷത്രിയവീരന്മാർ നിറഞ്ഞ ഈ സദസ്സിൽ ഈ വിൽ ഉയർത്താൻ പോലും ശക്തിയുള്ളവർ ആരുമില്ലേ? ജനകരാജൻ ഉടൻ ദശരഥ മഹാരാജാവിനെ വിവരമറിയിച്ച് വിവാഹം ഉറപ്രകാരം നടത്തി.
ഭാർഗവരാമ പ്രസാദിച്ചാലും ഈ പാദദാസനെ അനുഗ്രഹിച്ചാലും ഭീരു നമ്മെ ഭയന്ന് പ്രാണരക്ഷാർത്ഥം വർഷം തോറും വിവാഹം കഴിച്ച പരമ ഭീരു എവിടെ നിന്റെ പുത്രനായ രാമൻ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ധിക്കാരി, നമ്മുടെ നാമം വഹിക്കുന്ന നിനക്ക് നാം ആരാണെന്ന് അറിയാമോ? അറിയാം. അങ്ങ് ഭൃഗുരാമൻ, ഞാൻ രഘുരാമൻ. എടാ, 21 പ്രാവശ്യം ക്ഷത്രിയ വംശത്തെ നശിപ്പിച്ചവനാണ് ഞാനെന്ന് അറിയാമോ? ക്ഷമിക്കണം, അന്ന് ഈ രാമനില്ലായിരുന്നെന്ന് ഓർക്കണം. എന്ത് പറഞ്ഞടാ? പഴകിയ ആ ശൈവചാപ്പ് പിടിച്ചതിന്റെ അഹങ്കാരമാണോ നിനക്ക്? ഒരു ഏറ്റുമുട്ടലിന് ധൈര്യമുണ്ടെങ്കിൽ ഇതാ എന്റെ ഈ വില്ലുകുലയ്ക്ക് കാണട്ടെ നിന്റെ കരുത്ത്. സ്വാമി, ഞാൻ വില്ലുകുലച്ച് ബാണം തൊടുത്താൽ പിന്നെ പിൻവലിക്കാൻ സാധ്യമല്ല. ലക്ഷ്യം കാട്ടിത്തരേണ്ടി വരും. വില്ലുകുലയ്ക്ക് പിന്നീടല്ലേ ബാക്കി? പ്രഭു, ലക്ഷ്യം കാട്ടിത്തന്നാലും രാമബാണം നിഷ്ഫലമാകയില്ല. രഘുരാമ, അങ്ങ് ആരാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എന്റെ സംശയം തീർന്നു. 2 രാമന്മാർക്ക് ഈ ഭൂമിയിൽ സ്ഥാനമില്ല. അതിനാൽ ചിരകാലാർജിതമായ എന്റെ തപസിദ്ധികളെല്ലാം അങ്ങയുടെ ബാണത്തിന് ലക്ഷ്യമാക്കിയാലും. പൗരമുഖ്യന്മാരെ, അതിപ്രധാനമായ ഒരു കാര്യത്തെപ്പറ്റി ആലോചിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ നാം ക്ഷണിച്ചു വരുത്തിയത്. പ്രായാധിക്യത്താൽ ഈ ഭരണഭാരം തുറന്നു കൊണ്ടുപോകുവാൻ നമുക്ക് വിഷമം തോന്നുന്നു. അതുകൊണ്ട് സൂര്യവംശ രാജാക്കന്മാരുടെ പാരമ്പര്യമനുസരിച്ച് രാജ്യഭരണം മൂത്ത പുത്രനെ ഏൽപ്പിക്കുവാൻ നാം ആഗ്രഹിക്കുകയാണ്. മഹാരാജാവേ, പ്രജാഹിതം സർവപ്രധാനമായി കരുതി നടത്തിയ അങ്ങയുടെ ഭരണം അവസാനിക്കുന്നത് വേദനാജനകമാണെങ്കിലും അത് തുടർന്നു കൊണ്ടുപോകുവാൻ ശ്രീരാമചന്ദ്രകുമാരൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥരാണ്. ശ്രീരാമചന്ദ്രകുമാരന് ഞാൻ ധന്യനാണ്. സുമന്ത്രന് രാമചന്ദ്രന്റെ രാജാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുക. ജനകോടികൾ രാമരാജാഭിഷേകം മഹോത്സവമായി കൊണ്ടാടട്ടെ. വാഴുവാൻ പട്ടം കെട്ടും നമ്മുടെ രാമന് നാളെ, നാടുനീളവേ ഉത്സവഘോഷം നൽകും തിരുനാളെ, നമുക്കായി നൽകും തിരുനാളെ. നാടുവാഴുവാൻ പട്ടം കെട്ടും നമ്മുടെ രാമന് നാളെ, നാടുനീളവേ ഉത്സവഘോഷം നൽകും തിരുനാളെ, നമുക്കായി നൽകും തിരുനാളെ. രാമരാജ്യം പോരുന്നേ, രാമരാജ്യം പോരുന്നേ, ക്ഷേമമെങ്ങും ചേരുന്നേ, ആ മനോഹര കാലം കാണാ ആ മനോഹര കാലം കാണാൻ ആദ്യ ലോകവും ഉണരുന്നേ. നാടുവാഴുവാൻ പട്ടം കെട്ടും നമ്മുടെ രാമന് നാളെ, നാടുനീളവേ ഉത്സവഘോഷം നൽകും തിരുനാളെ, നമുക്കായി നൽകും തിരുനാളെ.
എന്മാനോ സാമ്രാജ്യ റാണിയായി വാണിടും നിന്റെ പിരിയൂരിൽ രാമനുണ്ടോ? അഴകിയ ദീപമിണക്കിടാം അരമനയാകെ ഒരുക്കിടാം അഴകിയ ദീപമിണക്കിടാം കാഞ്ചനമണിമയ മണിയറയെല്ലാം അഞ്ജനമാകാം കാഴ്ചകളാൽ അഴകിയ ദീപമിണക്കിടാം. മല്ലികെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ ദിവസമാണ്. നാളെ പട്ടാഭിഷേകത്തിന് പോകുന്നതിന് മുമ്പ് എന്റെ രാമചന്ദ്രൻ എന്നെ കാണാൻ ഈ വഴി വരും. നിലത്ത് രത്നക്കമ്പളങ്ങൾ വിരിക്കണം, 10,000കണക്കിന് ദീപങ്ങൾ പ്രകാശിക്കണം, മുകളിൽ നിന്നും കുമാരന്റെ മേൽ പനിനീർ പുഷ്പങ്ങൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കണം. ഇരുവശത്തുനിന്ന് സുഗന്ധധൂമങ്ങൾ കുമാരനെ തഴുകണം, മംഗളവാദ്യങ്ങൾ മുഴങ്ങണം. ശാരികെ, ഈ അന്തഃപുരത്തിലെ അലങ്കാരം കണ്ട് സകലരും അമ്പരക്കണം. അടയങ്ങൾ ഇന്ന് രാത്രി കൊണ്ട് എല്ലാം പൂർത്തിയാക്കാം. കേഷ്, എന്റെ വകയായി നാളെ നിങ്ങൾക്കെല്ലാം പ്രത്യേക സമ്മാനം. ഞാൻ പോയി കുമാരനണിയന്റെ ആഭരണങ്ങളെല്ലാം തിരഞ്ഞെടുക്കട്ടെ. സ്വന്തം മകന്റെ രാജാഭിഷേകം ആയാൽ പോലും കയ്യേ ദേവിക്ക് ഇത്ര ഉത്സാഹം ഉണ്ടാവും തോന്നുന്നില്ല, അല്ലേ ശരി? അത് പിന്നെ പറയണോ? പെറ്റ മകനേക്കാൾ കൂടുതലായി കൈകേയി ദേവി രാമചന്ദ്രകുമാരനെ സ്നേഹിക്കുന്ന കഥ പ്രസിദ്ധമല്ലേ? എന്തിനാണ് ഈ അലങ്കാരമില്ല? ആര് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്? അയ്യോ, ആര് പറഞ്ഞില്ലേ? കൂനി മഹാറാണിയുടെ കൽപ്പന വാങ്ങാൻ മറന്നുപോയേ. ക്ഷമിക്കണേ. അഹങ്കാരം കുറെ കൂടിപ്പോകുന്നു. ഞാൻ ആരാണ് നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഓ, അറിയാമേ. അടിയങ്ങളോട് ഇങ്ങനെ അങ്ങ് കോപിക്കല്ലേ. കോപിച്ചാലേ കൂനി നിവർന്നു. അപ്പൊ കൂനിലാണ് കുറെ കൂടി സുന്ദരിയാവും. കൂനിലാണെങ്കിൽ കോപം വരുമ്പോഴാണ് സൗന്ദര്യം കൂടുന്നത്. സൗന്ദര്യം മാത്രമോ കൂടുന്നത്? ശൗര്യമോ? ആ മുഖം കണ്ടല്ല ആരും കരഞ്ഞു. അത്രയ്ക്ക് ശൗര്യമല്ലേ മൂത്തിറഞ്ഞു നിൽക്കുന്നത്. നോക്കിക്കോളും. ഇപ്പോൾ തന്നെ ഞാൻ കൈകൈയോട് പോയി പറഞ്ഞ് വേഗം പോണം. കൈയോടെ കിട്ട സമ്മാനം കൊണ്ടുവരൂ. ഈ പതക്കം കുമാരന്റെ മാറത്തണിഞ്ഞാൽ 10 മടങ്ങ് ശോഭിക്കും, ഇല്ലേ? അതെ ദേവി. ഈ നീലക്കൽമാല ആ പൂവിടലിൽ ചേർത്താൽ നിഷ്പ്രഭമായി പോകും. ഇത് വേണ്ട. വരൂ മന്ത്രി, തക്ക സമയത്ത് തന്നെ വന്നെത്തി. സമയമായതുകൊണ്ട് തന്നെയാണ് അടിയൻ വന്നത്. ദാ നോക്കൂ മന്ത്രി, ഇതെല്ലാം മതിയോ? എന്തിന്? മന്ത്രി അറിഞ്ഞില്ലേ, നാളെ കുമാരന്റെ രാജാഭിഷേകമാണ്. ആ മംഗള മുഹൂർത്തത്തിൽ കുമാരൻ അണിയേണ്ടതെല്ലാം ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. ഭരതകുമാരന് മുടി ചൂടാൻ മഹാരാജാവ് തിരുമേനി തീരുമാനിച്ചു. അടിയൻ അറിഞ്ഞില്ല. മടി, ഭരതനല്ല, എന്റെ രാമനാണ് രാജാഭിഷേകം. അടിയന്റെ കണ്ണിനും കാതിനും ഏതോ തകരാറ് പറ്റിയതുപോലെ തോന്നുന്നു. അവിടുന്ന് കൗസല്യ റാണിയോ കൈകേയി റാണിയോ? നീ എന്ത് ഭ്രാന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്? നിനക്ക് എന്ത് പറ്റി? അടിയനൊന്നും പറ്റിയില്ല. പറ്റിയേക്കും നാളെ കഴിഞ്ഞ്. അതിനു മുമ്പായി ഇവിടം വിട്ടു പോകാൻ ഇട നൽകണം. വിട നൽകാനോ? എന്തിന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായിക്കൊള്ളു. നാളെ ഒന്ന് കഴിയട്ടെ. നാളെ കഴിഞ്ഞ രാമചന്ദ്രൻ രാജാവ്, ഭരതകുമാരൻ രാജദാസൻ, സീതാദേവി രാജമഹിഷി, കൗസല്യാദേവി രാജമാതാവ്, കൈകേയി ദേവി രാജമാതാവിന്റെ ദാസി. ആ അപമാനം താങ്ങാൻ ഈ കിഴവിക്ക് വയ്യ. മന്ത്രി, ആരോടാണ് ആരെ പറ്റിയാണ് പറയുന്നതെന്ന് കാര്യം പറഞ്ഞാൽ ശിക്ഷയ്ക്ക് വിധിക്കുമായിരിക്കും. മരിച്ചതിനൊപ്പം ജീവിക്കുന്നതിലും ഭേദമാണത്. ദുഷ്ടേ, നിനക്ക് ഈ ദുർബുദ്ധി എങ്ങനെയുണ്ടായി? ഭരതനും രാമനും തമ്മിൽ എനിക്ക് ഭേദമില്ലെന്ന് അറിഞ്ഞുകൂടെ? അതുകൊണ്ട് തന്നെയാണ് അടുത്തു വരുന്ന അപകടം അവിടെ നിന്ന് അറിയാത്തത്. അടിയനൊന്ന് ചോദിക്കട്ടെ, ഭരതകുമാരനില്ലാത്ത ഈ സന്ദർഭത്തിൽ ഇത്ര പെട്ടെന്ന് രാമചന്ദ്രന്റെ രാജാഭിഷേകം നിശ്ചയിച്ചത് എന്തിന്? നാളെ മാത്രമേ അഭിഷേകത്തിന് പറ്റിയ മുഹൂർത്തമുള്ളെന്ന് വസിഷ്ഠാചാര്യർ വിധിച്ചതുകൊണ്ട്. രാജഹിതത്തിനൊത്ത് വിധിക്കേണ്ടത് രാജഗുരുവിന്റെ കടമയാണെന്ന് കൂടി മനസ്സിലാക്കാത്ത ദേവിയോട് അടിയൻ എന്ത് പറയാനാണ്? മന്ത്രി, നീ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്ന് വരെ ഈ അന്തഃപുരത്തിലെ റാണിയായി പൊന്നുതിരുമേനിയുടെ പ്രിയമഹിഷിയായി കഴിഞ്ഞ ദേവി നാളെ മുതൽ രാജമാതാവായ കൗസല്യാദേവിയുടെയും രാജ്ഞിയായ സീതാദേവിയുടെയും
ആജ്ഞ അനുസരിച്ച് കഴിയേണ്ടി വരും. അന്തപുരത്തിലെ ദാസിമാർ പോലും അവിടുത്തെ മാനിക്കയില്ല. എന്തു പറഞ്ഞു? നിന്റെ നാവ് പിടിതെറിയേണ്ടതാണ്. ജ്യേഷ്ഠത്തിലേക്ക് എന്നോടുള്ള സ്നേഹം നിനക്ക് അറിഞ്ഞുകൂടെ? ദേവി ഇത്ര സാധുവായി പോയല്ലോ. പൊന്നതിരിമേനോട് ഇഷ്ടറാണിയായ ദേവിയോട് കൗസല്യാദേവിക്ക് അസൂയ ഇല്ലാതിരിക്കുന്നു. മകൻ രാജാവായി കഴിഞ്ഞാലുടൻ ആ അസൂയ പ്രതികാരമായി മാറാതിരിക്കുന്നു. മതി, നിർത്ത്. നീ എന്റെ മനസ്സിൽ വിഷം പകരുകയാണ്. അല്ല, പരമാർത്ഥം പറയുകയാണ്. കേവലം നിസ്സാരമായ കാര്യം പോലും ദേവിയോട് ആലോചിക്കാതെ ചെയ്യാത്ത മഹാരാജാവ് ഈ രാജാഭിഷേകത്തെ പറ്റി ദേവിയോട് മുൻകൂട്ടി ആലോചിച്ചു? ഇല്ല. അതിനെന്ത്? മൂത്ത പുത്രനെ മകളുടെ ചൂടിക്കുന്നതല്ല രാജവംശ പാരമ്പര്യം. രാമചന്ദ്രന്റെ ഭരതകുമാരനേക്കാൾ ഒരു ദിവസത്തെ മൂപ്പല്ലേ ഉള്ളൂ. ഒരേ ഗുരുവിന്റെ കീഴിൽ ഒരുമിച്ച് ഒരേ രീതിയിൽ സകലതും അഭ്യർത്ഥിച്ചവരല്ലേ? ഈ സാമ്രാജ്യത്തിന്റെ കിരീടം ഭരതകുമാരന്റെ ശിരസിന് യോജിക്കില്ലെന്ന് ആർക്ക് പറയാൻ കഴിയും? രാമന് ശേഷം ഭരതൻ രാജാവായിക്കൊള്ളൂ. മഹാബുദ്ധിമതിയായ ദേവി ഇങ്ങനെ കൽപ്പിക്കുന്നത് കഷ്ടമാണ്. രാമന് ശേഷം ഭരതകുമാരൻ രാജ്യം ഭരിക്കുകയും സൂര്യവംശ പാരമ്പര്യം അനുസരിച്ച് രാമന്റെ പുത്രന്മാരല്ലേ രാജ്യാവകാശികൾ? ഇല്ല ദേവി, ഇല്ല. രാമൻ രാജാവായി കഴിഞ്ഞാൽ പിന്നെ ഭരതകുമാരൻ ഈ ജന്മം അയോധ്യാധിപതിയാകുമെന്ന് ആശിക്കണ്ട. രാമന്റെയും രാമന്റെ സന്താനങ്ങളും. മന്ദരെ, നീ പറയുന്നത് ശരിയാണെങ്കിൽ ഞാനും എന്റെ ഭരതനും ഈ കൊട്ടാരത്തിന്റെ കോണിൽ അടങ്ങി ഒതുങ്ങി കഴിയേണ്ടി വരും. ഇല്ല, അത് നടക്കാൻ പാടില്ല. എന്റെ ഭരതൻ അങ്ങനെ ഒരു നില വരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എങ്കിലുടൻ തന്റെ ഇടത്തോടെ പ്രവർത്തിക്കണം. മന്ദരെ, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു രൂപവുമില്ല. എന്റെ തല കറങ്ങുന്നു. ക്ഷമിക്കണ്ട, ഞാൻ പറയാം. നാളത്തെ രാജാഭിഷേകം നടക്കരുത്, അത് മുടക്കണം. എന്താ മുടക്കാനോ? അത് സാധ്യമാണ്. രാജ്യം മുഴുവൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? അതുകൊണ്ടെന്ത്? കൈകൈരാണ് വിചാരിച്ചാൽ രാമരാജാഭിഷേകം മുടങ്ങും. എങ്ങനെ? ദേവിക്ക് മഹാരാജാവ് തിരുമനസുകൊണ്ട് 2 വരം നൽകിയിട്ടില്ലേ? ഉണ്ട്. ശമ്പരവധം നടന്ന കാലത്ത്. അതിനെന്ത്? അവ രണ്ടും ചോദിക്കാനുള്ള കാലമായി. എങ്ങനെ? ഒരു വരം കൊണ്ട് ഭരതനെ രാജാവാക്കണം. എന്ത്? അത് സാധ്യമാണോ? എന്തുകൊണ്ടല്ല? വരം നൽകിയത് ഇഷ്ടമുള്ളത് ചോദിക്കാനല്ലേ? അതെ. എങ്കിലും മഹാരാജാവ് രാമന് പകരം ഭരതനെ രാജാവാക്കാൻ സമ്മതിക്കുമോ? ദശരഥ മഹാരാജാവ് സത്യഭംഗം ചെയ്തതായി കേട്ടിട്ടില്ല. ശരിയാണ്. ആ വരം നൽകാതിരിക്കാൻ സാധ്യമല്ല. മന്ദരെ, എന്റെ ഭരതൻ അയോധ്യയിലെ സിംഹാസനത്തിൽ അമരും. അതുകൊണ്ട് മാത്രമായില്ല. പിന്നെ രണ്ടാമത്തെ വരം കൊണ്ട് രാമചന്ദ്രനെ 14 വർഷത്തെ വനവാസത്തിനായി നാളെ തന്നെ പറഞ്ഞയക്കണം. മന്ദരെ, ഈ മഹാക്രൂര തന്നെ എന്റെ രാമചന്ദ്രനെ വനവാസത്തിന് അയക്കണം. ആരുടെ രാമചന്ദ്രൻ? പെറ്റമ്മയേക്കാൾ പോറ്റമ്മയ്ക്ക് സ്ഥാനമുണ്ടോ? സ്വന്തം മകനേക്കാൾ സപത്നിയുടെ സന്താനത്തോട് സ്നേഹമോ? വിചിത്രം തന്നെ. എങ്കിലും മന്ദരെ, രാമനെ വനവാസത്തിന് അടിയൻ ഭരതകുമാരന്റെ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഭരതന്റെ രക്ഷയ്ക്ക് വേണ്ടി രാമൻ വനത്തിൽ പോകണമെന്നോ? അതെ. രാമചന്ദ്രൻ ജനങ്ങളുടെ കണ്ണിലുണ്ണിയല്ലേ? രാമരാജാഭിഷേകത്തിന് പകരം ഭരതരാജാഭിഷേകം നടക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമാകുന്നു. ഭരതകുമാരൻ രാജാവായതിനു ശേഷവും രാമചന്ദ്രൻ നാട്ടിലിരുന്നാൽ ജനങ്ങൾ ബഹളം കൂട്ടുകയില്ലേ? ജനപിന്തുണയോടെ രാമചന്ദ്രൻ സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയില്ലെന്ന് ആർക്കു പറയാം? മഹാരാജാവ് തിരുമേനി എഴുന്നള്ളാറായി. തിരുമേനിയുടെ മുമ്പിൽ ദുർബലയാകരുത്. കോപം കണ്ട് ഭീരുവാകരുത്. അപേക്ഷ കേട്ട് സഹതപിക്കരുത്. കണ്ണീര് കണ്ട് അലിയരുത്. 4 ഉപായങ്ങൾ ഉപയോഗിച്ച് കാര്യം നേടണം. കേകയകുമാരുടെ കഴിവ് ലോകം അറിയട്ടെ. നാളെ മതി മതി മന്ദരെ, നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. പോകൂ, ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. പോകൂ. എന്നെ തുടരുത്. പ്രിയേ, എന്തുണ്ടായി? ഇതിനൊക്കെ എന്ത് സംഭവിച്ചു? ഈ കാഴ്ച എന്നെ എത്ര കണ്ട് വേദനപ്പെടുത്തുന്നു എന്നറിയാമോ? ഇങ്ങനെ വെറും നിലത്ത് പീഠവേഷത്തിൽ കിടക്കുവാൻ എന്താണ് കാരണം? കണ്ണിൽ കുത്തിയിട്ട് കണ്ണീരിന്റെ കാരണം ചോദിക്കുന്നു. ഞാനാണ് അപരാധം? എന്താണ് എന്റെ അപരാധം?
പറയൂ, ഈ ക്ഷണത്തിൽ ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. അയോധ്യ മുഴുവൻ ഉത്സാഹം ഓളം തല്ലി ഉയരുന്ന ഈ രാത്രിയിൽ എന്റെ പ്രാണപ്രയസ് മാത്രം ഇങ്ങനെ അഴിഞ്ഞ മുടിയും കലങ്ങിയ കണ്ണും അടിഞ്ഞൊരുങ്ങാത്ത ഉടലുമായി ഈ കടും നിലത്ത് കിടക്കുന്നത് ഞാൻ എങ്ങനെ തരിക്കും? എഴുന്നേൽക്കു പ്രിയൻ. മുഴുവൻ ഉത്സാഹം ഓളം തല്ലും. അതിന്റെ കാരണം ഞാൻ അറിയണ്ടേ? നാളെ രാമചന്ദ്രന്റെ രാജാഭിഷേകമാണെന്നുള്ള വിവരം എന്നെ അറിയിച്ചോ? ഇതാണോ ഈ കടും കോപത്തിന് കാരണം? ഈശ്വരോ രക്ഷണം, ഞാൻ എന്തെല്ലാമോ ഭയപ്പെട്ടു. രാമന്റെ അഭിഷേക കാര്യം നേരിട്ട് പറയാൻ വേണ്ടിയല്ലേ ഞാൻ തന്നെ ഇങ്ങോട്ട് പോന്നത്. വരൂ, ഇവിടെ ഇരിക്കും. വേണ്ട, അങ്ങ് പോയി ആഘോഷങ്ങൾ മുഴുകിയാലും നിർഭാഗ്യമായി ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. കൈകേയി, നീ നിർഭാഗ്യം. എന്റെ രാമന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീ ഇങ്ങനെ കലഹിക്കുന്നത് ശരിയാണോ? നീ അരികിലില്ലെങ്കിൽ എന്റെ ഉന്മേഷവും ഉത്സാഹവും ഓടി ഒളിക്കുമെന്നുള്ളത് നിനക്കറിഞ്ഞുകൂടെ? എന്തിനീ ഭംഗിവാക്ക് പറയുന്നു? എന്നോടുള്ള സ്നേഹത്തിന്റെ ആഴമെല്ലാം എനിക്ക് മനസ്സിലായി. കഷ്ടം, എന്റെ കൈകേയിയാണോ ഈ പറയുന്നത്? സ്ത്രീകളിൽ നിന്നെയും പുരുഷന്മാരിൽ എന്റെ രാമചന്ദ്രന്റെയേക്കാൾ പ്രിയപ്പെട്ടതായി ഈ ലോകത്ത് എനിക്ക് യാതൊന്നും ഇല്ലെന്ന് നിനക്കറിയാമല്ലോ. നിന്നെ ഞാൻ എങ്ങനെ അതിൽ വിശ്വസിപ്പിക്കും? കൈകേയി, എന്നെ ഇങ്ങനെയിട്ട് വിഷമിപ്പിക്കാതെ നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് തുറന്നു പറയൂ. പറഞ്ഞാൽ ഉടൻ തന്നെ പരിഹാരം ഉണ്ടാക്കാം. തീർച്ചയായും. എന്താണ് ഇത്ര സംശയം? പറയൂ. പണ്ട് ശമ്പരപഥം നടന്ന കാലത്ത് ഞാൻ അങ്ങേ സഹായിച്ച കഥ ഓർമ്മയുണ്ട്. അതെനിക്ക് മറക്കുവാൻ കഴിയുമോ കൈകേയി? അന്ന് എനിക്ക് അവിടുന്ന് 2 വരം വാഗ്ദാനം ചെയ്തിരുന്നില്ലേ? ഉണ്ട്. അതിനെന്ത്? ആ 2 വരവും എനിക്ക് ഇപ്പോൾ തന്നെ നൽകണം. അത്രേ ഉള്ളൂ. വരും. രാമരാജാഭിഷേകം പ്രമാണിച്ച് സകലർക്കും ചോദിക്കുന്നതെല്ലാം ഞാൻ ഭാര്യ കോരി കൊടുക്കുമ്പോൾ എന്റെ ജീവിതേശ്വരിയായ നിനക്ക് വെറും 2 വരങ്ങൾ തരുവാൻ ഞാൻ മടി കാണിക്കുമെന്നാണോ കരുതുന്നത്? കൊള്ളാം, ചോദിച്ചുകൊള്ളൂ. ഇപ്പോൾ തന്നെ ചോദിച്ചുകൊള്ളൂ. 2 പകരം 2000 വരങ്ങൾ നൽകാം. ചോദിക്കുന്നത് എന്തും നൽകുമോ? നിശ്ചയമായിട്ടും. എന്തും? പിന്നീട് വാക്കുമാറരുത്. സൂര്യവംശ രാജാക്കന്മാരാരെങ്കിലും വാഗ്ദാന ലംഘനം ചെയ്തതായി കേട്ടിട്ടുണ്ടോ? ഞാനിതാ സത്യം ചെയ്യുന്നു. എന്റെ രാമചന്ദ്രനാണ്. നീ ചോദിക്കുന്നത് എന്തായാലും നൽകും. മടിക്കാതെ നൽകുമല്ലോ. ഇനിയും സംശയമോ? ചോദിക്കും. ഒന്നാമത്തെ വരം രാമചന്ദ്രന് പകരം ഭരതനെ രാജാവായി അഭിഷേകിച്ചു. രാമചന്ദ്രന് പകരം ഭരതനെ രാജാവാക്കണമെന്നോ? അതെ. കൈകേയി, നീ എന്താണ് ആവശ്യപ്പെടുന്നത്? എന്റെ വരം. എന്റെ കൈകേയിയാണോ വാഗ്ദാന ലംഘനം ചെയ്തതായി കേട്ടിട്ടുണ്ടോ? ഞാനിതാ സത്യം ചെയ്യുന്നു. എന്റെ രാമചന്ദ്രനാണ്. നീ ചോദിക്കുന്നത് എന്തായാലും നൽകും. മടിക്കാതെ നൽകുമല്ലോ. ഇനിയും സംശയമോ? ചോദിക്കും. ഒന്നാമത്തെ വരം രാമചന്ദ്രന് പകരം ഭരതനെ രാജാവായി അഭിഷേകിച്ചു. രാമചന്ദ്രന് പകരം ഭരതനെ രാജാവാക്കണമെന്നോ? അതെ. കൈകേയി, നീ എന്താണ് ആവശ്യപ്പെടുന്നത്? എന്റെ വരം. എന്റെ കൈകേയിയാണോ ഇത് ചോദിക്കുന്നത്? നീതിജ്ഞായ കേകേപുത്രിയാണോ ഈ അനീതി ആവശ്യപ്പെടുന്നത്? അതോ എന്നെ പരീക്ഷിക്കുകയാണോ? വേണ്ട ദേവി, ഈ വിനോദം വേണ്ട. മഹാരാജാവേ, വിനോദമല്ല, വീരവനിതയ്ക്ക് വേണ്ട വരമാണ് ചോദിച്ചത്. ഇല്ല, എന്റെ കൈകേയി അങ്ങനെ പറയുകയില്ല. സ്വന്തം പുത്രനേക്കാൾ 10 മടങ്ങ് കൂടുതലായി രാമചന്ദ്രനെ സ്നേഹിക്കുന്ന അവൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുകയില്ല. ഞാൻ ഏതോ ദുസ്വപ്നം കാണുകയാണ്. അല്ല, സ്വപ്നമല്ല, കഴമ്പുള്ള പരമാർത്ഥമാണിത്. എന്റെ മുഖത്ത് നോക്കൂ. രാമന് പകരം ഭരതൻ ഈ നാട് ഭരിക്കണം. അത് ഒന്നാമത്തെ വരം. അരുത് കൈകേയി, അരുത്. അനീതി നടത്താൻ ആവശ്യപ്പെടരുത്. രാമന് പകരം ഭരതൻ ഭരിക്കുക. ഈശ്വര, എന്താണ് ഇത്ര വിഷമം? ഭരതന് മുടിചൂടണമെന്ന് കേൾക്കുന്നത് പോലും ഇത്ര ദുസ്സഹമാണോ? ഈ സാമ്രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും ഭരതന് ചേരുകയില്ലേ? അയോധ്യയിലെ സിംഹാസനത്തിൽ ഭരതൻ ഇരുന്നാൽ ഈ സാമ്രാജ്യം അടുത്ത നിമിഷം തന്നെ അവസാനിക്കുമോ? രാജൻ രാമനോടൊപ്പം നീതിശാസ്ത്രങ്ങളും ഭരണതന്ത്രവും ഭരതനും പഠിച്ചവനല്ലേ? അവനും അവിടുത്തെ പുത്രനല്ലേ? കൈകേയിയുടെ വയറ്റിൽ പിറന്നതാണോ അവന്റെ കുറവ്? കൈകേയി, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. മൂത്ത മകന് മുടിചൂടുന്നതല്ലേ നമ്മുടെ വംശത്തിന്റെ പാരമ്പര്യം. അതനുസരിച്ച് രാമരാജാഭിഷേകം നിശ്ചയിച്ചു കഴിഞ്ഞില്ലേ? ആ വിവരം സകലരെയും അറിയിച്ചു കഴിഞ്ഞില്ലേ? സകല സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ട് ഒടുവിലത് വേണ്ടെന്ന് വെച്ചാൽ സകലരും എന്നെ പഠിക്കയില്ലേ? പ്രജകൾ പോലും എന്നെ പുച്ഛിക്കയില്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ രോമാനത്തിന് നിന്റെ നാഥനെ പാത്രമാക്കുന്നത് ശരിയാണോ കൈകേയി? ശരിയാണോ?
ജീവൻ രക്ഷിച്ച ധർമ്മഭക്തിക്ക് നൽകിയ സത്യം പാലിക്കാതിരിക്കുന്നതിലും ഭയങ്കരമാണോ അത്? നീ ഇത്ര കഠിന ഹൃദയാണോ? ഞാനിതെങ്ങനെ വിശ്വസിക്കും? ഞാൻ കഠിന ഹൃദയ തന്നെ. രണ്ടാമത്തെ വരം എന്തെന്നറിയണ്ടേ? രണ്ടാമത്തെ വരം? അതെ, അങ്ങ് നൽകിയ രണ്ടാമത്തെ വരം. അതനുസരിച്ച് നാളെ തന്നെ രാമൻ 14 വർഷത്തെ വനവാസത്തിനായി പോകണം. എന്തു പറഞ്ഞു? ഭാവി, ഇത് പറയുവാൻ നിനക്ക് എങ്ങനെ നാവുയർന്നു? എന്റെ രാമചന്ദ്രൻ വനത്തിൽ പോകണമെന്നോ? അതെ, 14 വർഷത്തെ വനവാസത്തിനായി. ഇത് ആവശ്യപ്പെട്ട നിങ്ങൾ? മഹാരാജാവേ, ഞാൻ എന്റെ വരമാണ് ചോദിച്ചത്. അത് നൽകാൻ സമ്മതമില്ലെങ്കിൽ തുറന്നു പറയൂ. സത്യസന്ധനെന്ന് നടിക്കുന്ന ദശരഥന്റെ സത്യഭംഗ വാർത്ത ലോകം മുഴുവൻ അറിയട്ടെ. വേണ്ട കൈകേയി, വേണ്ട. നിന്റെ ഇതുവരെ ഇഷ്ടറാണിയായി മാനിച്ച നിന്റെ നാഥൻ മനസ്സുനൊന്ന് യാചിക്കുന്നു. ഈ മഹാഭാവം ചെയ്യരുത്. എന്റെ ജീവിതം തകർക്കരുത്. കൈകേയി, നിന്നെ ജീവന്റെ ജീവനായി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച പുരുഷനാണ് നിന്റെ മുമ്പിൽ കൈക്കൊണ്ടിട്ട് യാചിക്കുന്നത്. നിന്റെ മകൻ നാട് വാഴട്ടെ, ഞാനത് പൂർണ്ണമായി സമ്മതിക്കുന്നു. പക്ഷേ എന്റെ രാമചന്ദ്രനെ കാട്ടിലേക്ക് അയച്ചാൽ ഈ വൃദ്ധഹൃദയം പൊട്ടി തകർന്നു പോകും. കൈകേയി, വേണ്ട കൈകേയി, വേണ്ട. നിന്റെ മംഗല്യസൂത്രം സംരക്ഷിക്കാൻ വേണ്ടിയെങ്കിലും എന്റെ അപേക്ഷ നീ കേൾക്കുകയില്ലേ? ഈ കണ്ണീര് കൊണ്ടൊന്നും കൈകേയി കബളിപ്പിക്കാമെന്ന് കരുതണ്ട. എനിക്ക് എന്റെ വരം നൽകണം. ഈശ്വര, ഇതൊന്നൊരു ഭയങ്കര പരീക്ഷ. കൈകേയി, എന്റെ രാമൻ നിന്നോട് എന്ത് പിഴ ചെയ്തു? സ്വന്തം പുത്രനേക്കാൾ കൂടുതലായി നീ അവനെ ലാളിച്ചതല്ലേ? അവന്റെ മുഖമൊന്ന് മങ്ങിയാൽ, കണ്ണൊന്ന് കലകിയാൽ നീ പൊട്ടിക്കരയുമായിരുന്നല്ലോ. അവന്റെ പൂടൽ നീ നിത്യവും തഴുകുമായിരുന്നല്ലോ. അവനെ പിരിഞ്ഞ് കാക്ഷണം പോലും കഴിയാൻ സാധ്യമല്ലെന്ന് നീ ആവർത്തിച്ചാവർത്തിച്ച് പറയുമായിരുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം വെറും കാപട്യമായിരുന്നു. ഞാനിതെങ്ങനെ വിശ്വസിക്കും? ഭയങ്കരി, ഇത്രയും കാലം വിഷം നിറഞ്ഞ് നിന്റെ ഹൃദയം നീ എത്ര സമർത്ഥമായി ഒളിച്ചു വെച്ചു. കാകോളം മമിക്കുന്ന ഒരു കാളസർപ്പത്തെ കേകയ രാജ്യത്തിൽ നിന്നും കൊണ്ടുവന്ന് ഈ കൊട്ടാരത്തിൽ കുടിയിരുത്തിയ ഞാൻ എത്ര മഠയൻ. രാജൻ, ഭ്രാന്ത് പറഞ്ഞ് കാലം കളയാതെ എന്റെ വരം നൽകുന്നോ ഇല്ലയോ? നിന്റെ വരം? അതെ, ഭരതൻ നാട് വാഴണം, രാമൻ കാട് പോകണം. അതാണ് എനിക്ക് ആവശ്യം. അത് നൽകാൻ സാധ്യമാണോ? അല്ലെങ്കിൽ ഹരിശ്ചന്ദ്രനും ദിലീപനും ത്രിശങ്കുവും ഭഗീരഥനുമെല്ലാം അലങ്കരിച്ച രഘുവംശത്തിലെ ദശരഥൻ സത്യഭംഗം ചെയ്യാൻ മടിക്കാത്ത മഹാരാജാവാണെന്ന് പരസ്യമായി സമ്മതിക്കൂ. നിൻ പ്രിയരാമൻ വനാന്തേ കേഴുകയെന്നാടേ അയോധ്യേ, കേഴുകയെന്നാടേ, കേഴുകയെന്നാടേ അയോധ്യേ, കേഴുകയെന്നാടേ. നിന്നുടെ ദീപം മറയുകയായി, നിന്നുടെ ധർമ്മം പിരിയുകയായി, നിന്നുടെ ദീപം മറയുകയായി, നിന്നുടെ ധർമ്മം പിരിയുകയായി, നിന്നുടെ ജീവിത സങ്കൽപ്പങ്ങൾ നിന്നെ വെടിഞ്ഞിത പോവുകയായി. കേഴുകയെന്നാടേ അയോധ്യേ, കേഴുകയെന്നാടേ. രാമൻ തിരുവടി കൈവെടിയും നീ രാജ്യം വെറുമൊരു കാടായി. ആ മലരടിയിണ പതിയും കാ
പൂവുകൾ നാമണയേണ്ടും നാടായി. പോവുക പോവുക നാം, പോവുക പോവുക നാം, പോവുക പോവുക നാം. സുമന്ദരേ, കുമാര സുമന്ദരേ, എന്നെ പിന്തുടർന്ന് വരുന്ന ഈ പൗരസഞ്ചയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ സഹായിക്കൂ. ഉടൻ തന്നെ രഥത്തിൽ കയറി അയോധ്യയിലേക്ക് മടങ്ങുക. അതിരാവിലെ ഇവർ ഉണരുമ്പോൾ തേരുപോയ പാട് കണ്ട് ഞാനും അയോധ്യയിലേക്ക് മടങ്ങിയെന്ന് വിചാരിച്ച് ഇവരും അങ്ങോട്ട് പോകും. അതിനകം ഞങ്ങൾ നദീതീരത്തിൽ എത്തിയിരിക്കും. കൽപ്പന പോലെ കുമാര. എന്താ പേടി തോന്നുന്നുണ്ടോ? ഇല്ല. വരട്ടെ ലക്ഷ്മണ. ശത്രുവാണോ എന്നറിഞ്ഞിട്ട് മതി അസ്ത്രമയക്കുന്നത്. പ്രഭു, തൃപ്പാദാസൻ അനുഗ്രഹിച്ചാലും. എഴുന്നേൽക്കൂ. അങ്ങ് നിഷാദവർക്ക് നായകനായ ഗുഹൻ മഹാപ്രഭു അകമ്പടിയോ പരിവാരങ്ങളോ ഇല്ലാതെ ഈ വേഷത്തിൽ എഴുന്നള്ളിയത് അച്ഛന്റെ ആജ്ഞ അനുസരിച്ച് വനവാസത്തിനായി. തൽക്കാലം ഞങ്ങൾക്ക് വിശ്രമിക്കുവാൻ കൽപ്പിച്ചു ക്ഷമിക്കണം. അടിയങ്ങളുടെ പാർപ്പിടം തൊട്ടടുത്താണ്. അങ്ങോട്ട് എഴുന്നള്ളിയാൽ പാടില്ല സ്നേഹിത. വനവാസ വ്രതമെടുത്ത് ഞങ്ങൾക്ക് ഒരു ഭവനത്തിലും പ്രവേശിക്കുവാൻ പാടില്ല. ഇവിടെ ഏതെങ്കിലും മരച്ചുവട്ടിൽ വിശ്രമിച്ചാൽ മതി. ഈ നിലയിലെങ്കിലും അവിടത്തെ പരിചരിക്കാനിടയായത് അടിയന്റെ മഹാഭാഗ്യം. ഈ കൊടുങ്കാട്ടിലും എനിക്കിങ്ങനെ ഒരു സഹോദരനുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്.
പാലെങ്കിലും കഴിക്കണം. വേണ്ട, എന്റെ കുഞ്ഞുങ്ങൾ കൊടുങ്കാട്ടിലെ കായ്കനികളും തിന്ന് കാട്ടരുവിയിലെ വെള്ളവും കുടിച്ചു കഴിയുമ്പോൾ ഞാൻ പാല് കുടിക്കുകയോ? വേണ്ട കൗസല്യേ, വേണ്ട. സുമന്ത്രൻ എപ്പോൾ വന്നു എന്റെ രാമചന്ദ്രൻ? രഥവുമായി മടങ്ങിപ്പോകുവാൻ അടിയനോട് ആജ്ഞാപിച്ച ശേഷം തമസാ നദീ തീരത്തു നിന്നും അവർ കാൽനടയായി കാട്ടിലേക്ക് പോയി തിരുമേനി. രാമചന്ദ്ര, ഈശ്വര, ഇത്രമാത്രം മനോവേദന അനുഭവിക്കാൻ ഞാൻ എന്ത് മഹാപാപം ചെയ്തു? അതെ, ഇതനുഭവിക്കേണ്ട മഹാഭാവി തന്നെയാണ് ഞാൻ. എല്ലാം ഞാൻ ഓർക്കുന്നു. ആ അന്ധരായ മുനിയുടെ ശാപം. ശാപമോ? അതെ, ആ കഥ പറയേണ്ട കാലമായി. ഒരു ദിവസം ഞാൻ യുവാവായിരുന്ന കാലത്ത് നായാട്ടിനായി കാട്ടിലേക്ക് പോയി. നദീതീരത്ത് ഞാനൊരു ശബ്ദം കേട്ടു. കാട്ടാന വെള്ളം കുടിക്കുന്നതാണെന്ന് കരുതി ഞാൻ ആ ശബ്ദത്തെ ലക്ഷ്യമാക്കി അത്ര വയച്ചു. ശബ്ദവേദിയായ എന്റെ കുന്തം തെറ്റിയില്ല. പക്ഷേ എന്റെ കാതിൽ പതിച്ചത് ആ ദൈവമേ എന്ന മനുഷ്യരോധനമാണ്. പരിഭ്രാന്തനായി തീർന്ന ഞാൻ എല്ലു ദൂരെ എറിഞ്ഞ് ശബ്ദം കേട്ട ദിക്കിലേക്ക് പാഞ്ഞു ചെന്നപ്പോൾ കണ്ടത് മാറിൽ അമ്പ് തറച്ച് മരണവേദനയോട് പുടയ്ക്കുന്ന ഒരു മുനികുമാരനെയാണ്. എന്റെ ഹൃദയം നിലച്ചതുപോലെ തോന്നി. ഞാൻ ആ താമസകുമാരനെ താങ്ങിയെടുത്ത് മടിയിൽ കിടത്തി. അന്ധരായ തന്റെ മാതാപിതാക്കൾക്ക് വെള്ളം കൊണ്ടുപോകാൻ വന്നതാണെന്നും താനല്ലാതെ മറ്റാരും അവർക്ക് ആശ്രയമില്ലെന്നും കുമാരൻ പറഞ്ഞു. ആ നിരപരാധിയുടെ അപേക്ഷ അനുസരിച്ച് ഞാൻ അസ്ത്രം വലിച്ചൂരി ആ മരണവേദന അവസാനിപ്പിച്ചു. നീറുന്ന ഹൃദയത്തോടെ ഞാൻ വെള്ളവുമായി ആ താമസ ദമ്പതികളുടെ സമീപത്തേക്ക് നടന്നു. ഞാൻ അവരുടെ കാക്കൾ വീട് നടന്നതെല്ലാം അറിയിച്ചു. ഏകാവലംബമായ പുത്രന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ആ ദമ്പതികൾ മാറത്തലച്ചു കരഞ്ഞു. ഞാൻ അറിയാതെ ചെയ്ത അപരാധത്തിന് മാപ്പപേക്ഷിച്ചു. ശോകം തെല്ലി ശമിച്ചപ്പോൾ അവർ സ്വപുത്രന്റെ മൃതശരീരത്തിന് സമീപത്തേക്ക് തങ്ങളെ കൊണ്ടുപോകാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാനതനുസരിച്ചു. അവർ പുത്രന്റെ മൃതദേഹം കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. ദുസ്സഹമായ ശോകാഗ്നിയിൽ കിടന്നുപിടച്ച അന്ധനായ ഋഷി എന്നെ നോക്കി പറഞ്ഞു, പുത്രശോകത്താൽ നീയും എന്നെ പോലെ നീറി നീറി മരിക്കും എന്ന്. ആ അന്ധനായ ഋഷിയുടെ ശോകാകുലമായ മുഖം പുത്രദുഃഖത്താൽ തകർന്ന ഹൃദയത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ശാപം. നീയും പുത്രശോകത്താൽ നീറി നീറി മരിക്കും, നീറി നീറി മരിക്കും, നീറി നീറി മരിക്കും. അയ്യോ അയ്യോ, ഇവിടെ എല്ലാം ഇരുട്ട്. അയ്യോ അയ്യോ, രാമ, രാമചന്ദ്ര, രാമചന്ദ്ര. എന്റെ ശരീരമാകെ തളരുന്നു. മനസ്സിലേതോ മഹാദുഃഖം തിങ്ങി നിറയുന്നു. തളർച്ച എനിക്കുമുണ്ട് ചേട്ടാ. കാരണമെന്തോ?
കാത്ത കാടുകളെ പൂവണിഞ്ഞു പോരിൻ പുണ്യമാർന്ന രാമദേവൻ പോരുന്നിതാ ദേവൻ പോരുന്നിതാ പുണ്യമാർന്ന രാമദേവൻ പോരുന്നിതാ ദേവൻ പോരുന്നിതാ തെയ്യാരേ തെയ്യകത്തയ്യ തെയ്യാരേ തെയ്യകത്ത തെയ്യാരേ തെയ്യകത്തയ്യ തെയ്യാരേ തെയ്യകത്ത താമരപ്പൂങ്കാവിൽ ഓമനിക്കും കാറ്റേ പൂമണവും കൊണ്ടു വേഗം പോന്നാലും രാമനുറ്റ വഞ്ചിയിൽ വെൺചാമരം വീശാൻ ചാമരം വീശാൻ രാമനുറ്റ വഞ്ചിയിൽ വെൺചാമരം വീശാൻ ചാമരം വീശാൻ തെയ്യാരേ തെയ്യകത്തയ്യ തെയ്യാരേ തെയ്യകത്ത തെയ്യാരേ തെയ്യകത്തയ്യ തെയ്യാരേ തെയ്യകത്ത അലക്കയ്യ മണിത്തേരിലിരുത്തി മെല്ലെ ഇൻപം വരുത്തി മെല്ലെ ദേവനെ അക്കരെ കൊണ്ടാക്കിയാലും അൻപെഴും ഗംഗേ അക്കരെ കൊണ്ടാക്കിയാലും അൻപെഴും ഗംഗേ അൻപെഴും ഗംഗേ എത്ര കാലം ഭക്തി നേടിയാലും എത്തിടാത്ത പാദമിന്നു ചേർന്നു നീ തീർത്ഥവാരി എന്ന കീർത്തിയാർന്നു നീ ഗംഗയാർന്നു നീ തീർത്ഥവാരി എന്ന കീർത്തിയാർന്നു നീ ഗംഗയാർന്നു നീ ശത്രുഘ്ന, ഏതോ കുഴപ്പമുള്ളത് പോലെ തോന്നുന്നു. ഞാൻ കൈകേയി മാതാവിനെ കണ്ടിട്ടില്ല. അമ്മേ, മകനെ, അമ്മേ, ഇതെന്ത് വേഷം? കേകേയി രാജ്യത്തിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ ദുശകുണങ്ങളാണ് ഞങ്ങൾ എതിരേറ്റത്. അയോധ്യയിൽ പ്രവേശിച്ചപ്പോൾ പുറംതിരിയുന്ന പൗരന്മാരെയാണ് കണ്ടത്. പെറ്റമ്മയുടെ പാൽപുഞ്ചിരി നുകർന്ന് മനോവിഷമം മാറ്റാമെന്ന് കരുതി ഓടിവന്ന മകനെ വിഷാദമുഖമായി ഈ മുഖം കൊണ്ടാണോ സ്വീകരിക്കുന്നത്? എന്താണ് ഇതിനർത്ഥം? പറയൂ അമ്മേ. കുമാര, എന്തമ്മേ, എന്തുണ്ടായി? എന്നെ വിഷമിപ്പിക്കാതെ വേഗം പറയൂ. അച്ഛൻ എവിടെ? നിന്റെ അച്ഛൻ. എന്റെ അച്ഛൻ? പറയൂ അമ്മേ. നമ്മെ എല്ലാം നിത്യ ദുഃഖത്തിൽ അഴുത്തിക്കൊണ്ട് സ്വർഗം പൂകി. അയ്യോ, അയ്യോ, എന്റെ അച്ഛ, ഇത് കേൾക്കാനാണോ ഞാൻ ഇത്ര ബന്ധപ്പെട്ട് ഓടിയെത്തിയത്? കേകേയ രാജ്യത്തിലേക്ക് പുറപ്പെടാനായി യാത്ര ചോദിച്ചപ്പോൾ അത് അവസാനത്തെ ദർശനമാണെന്ന് ആരറിഞ്ഞു? എന്റെ അച്ഛ, ഇത്ര പെട്ടെന്ന് ഞങ്ങളെയെല്ലാം അനാഥരാക്കിയിട്ട് അമരലോകം പോയിയതെന്ന് അച്ഛൻ ആലസ്യം ആരംഭിച്ച ഉടനെ എന്നെ അറിയിക്കാത്തതെന്ന്? അവസാന കാലത്ത് അരികിലിരുന്ന് പരിചരിക്കാനുള്ള ഭാഗ്യം പോലും വരവരില്ലാതെ പോയല്ലോ അച്ഛ, എന്റെ അച്ഛ. കുമാര, നിന്റെ അമ്മയെ ആശ്വസിപ്പിക്കേണ്ട നീ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? കുഞ്ഞ്, ജനിച്ചവരെല്ലാം മരിക്കേണ്ടതല്ലേ? കണ്ണുനീര് കൊണ്ട് മരണത്തെ മാറ്റി നിർത്താൻ സാധിക്കും. നിന്റെ അമ്മയെ കരുതിയെങ്കിലും നീ ആശ്വസിക്കുമോ? അരുതം, പിതാവ് നഷ്ടപ്പെട്ട പുത്രന്റെ വേദന വേദാന്തമായി വർദ്ധിപ്പിക്കരുത്. അയ്യോ, എന്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ എന്ത് വ്യസനിക്കുന്നുണ്ടായി? അദ്ദേഹത്തിനെ കണ്ട് ആ കാൽക്കൽ വീണ് കരഞ്ഞെങ്കിലും ഞാൻ അല്പം ആശ്വസിക്കാൻ ശ്രമിക്കട്ടെ.
ഭരത നിൽക്കൂ. എവിടെ പോകുന്നു? ജ്യേഷ്ഠൻ രാമചന്ദ്രന്റെ അരികിലേക്ക്. രാമൻ അവിടെ ഇല്ല. എങ്കിൽ കൗസല്യമാതാവിന്റെ അന്തപുരത്തിലുണ്ടായി. രാമൻ അവിടെയുമില്ല. അവിടെയില്ലേ? പിന്നെ എവിടെയാണ് എന്റെ ജ്യേഷ്ഠൻ? പറയൂ അമ്മേ, എനിക്ക് ജ്യേഷ്ഠൻ ഉടനെ കാണണം. എന്റെ ജ്യേഷ്ഠൻ എവിടെ? കാട്ടിൽ. എന്ത്? കാട്ടിലും? എന്റെ ജ്യേഷ്ഠനോ? അതെ. അമ്മേ, ജ്യേഷ്ഠൻ എന്തിന് കാട്ടിൽ പോയി? എല്ലാം പറയാൻ കുഞ്ഞെ, നീ ഇവിടെ വന്നിരിക്കും. ഇരിക്കുന്നതെല്ലാം ജ്യേഷ്ഠനെ കണ്ടതിന് ശേഷം. പറയൂ അമ്മേ, അച്ഛന്റെ മരണം കൊണ്ടുള്ള ദുഃഖാധിക്യത്താൽ ജ്യേഷ്ഠൻ നാടും നഗരവും വെടിഞ്ഞ് കാട്ടിലേക്ക് പോയതാണ്. അമ്മ എന്തുകൊണ്ട് തടഞ്ഞില്ല? ഞാൻ എല്ലാം വിസ്തരിച്ച് പറയാൻ കുഞ്ഞെ, നീ അല്പം വിശ്രമിക്കൂ. വിശ്രമം? ഇതാണോ വിശ്രമിക്കേണ്ട സമയം? ജ്യേഷ്ഠൻ എന്തിനു പോയെന്ന് പറയൂ അമ്മേ. കേൾക്കൂ കുഞ്ഞെ, നീ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് നിന്റെ അച്ഛൻ രാമനെ രാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. അതറിഞ്ഞപ്പോൾ ശമ്പരയുദ്ധ കാലത്ത് നിന്റെ അച്ഛൻ എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്ന 2 വരവും ഞാൻ ആവശ്യപ്പെട്ടു. ഈ പഴങ്കഥയെല്ലാം പറയുന്നത് ഇപ്പോഴാണോ അമ്മേ? ജ്യേഷ്ഠൻ എന്തിന് കാട്ടിൽ പോയെന്ന് പറയും? അതാണ് കുഞ്ഞെ പറയുന്നത്. 1 വരം കൊണ്ട് രാമന് പകരം നിന്നെ രാജാവാക്കണമെന്നും 2ാമത്തെ വരം കൊണ്ട് രാമൻ 14 വർഷത്തെ വനവാസത്തിനായി പോകണമെന്നും ഞാൻ ആവശ്യപ്പെട്ടു. ഭരത, ഇനി നീയാണ് ഈ നാട് ഭരിക്കേണ്ടത്. അധികാര ദുർമോഹം കൊണ്ട് ആത്മനാഥനെ പിരിഞ്ഞു കൊടുത്ത മഹാഭാവി. എനിക്ക് വേണ്ടി എന്റെ അച്ഛനെ കാലപുരിക്ക് അയച്ചു. എനിക്ക് വേണ്ടി എന്റെ ജ്യേഷ്ഠനെ കൊടുങ്കാട്ടിലേക്ക് അയച്ചു. എനിക്ക് വേണ്ടി ഈ വംശനാശത്തിന് വഴിതെളിച്ചു. എല്ലാം എനിക്ക് വേണ്ടി. സൂര്യവംശ മഹാത്മ്യം മുഴുവൻ ഞൊടിയിടയിൽ നശിപ്പിച്ച രാജദ്രോഹി. ഇതിനുള്ള ശിക്ഷ എന്തെന്നറിയാമോ? ചിത്രവധം. അത് ചെയ്തെങ്കിൽ മാത്രമേ തുടിക്കുന്ന ഈ മനസ്സിന് സമാധാനമാകൂ. പിതാവിനെ കൊന്ന് ജ്യേഷ്ഠനെ കാട്ടിലേക്ക് ഓടിച്ച് ഉറ്റവരെയും ഉടയവരെയും കണ്ണീര് കുടിപ്പിച്ച് രാജാവാകാൻ മോഹിച്ച മഹാഭാവി എന്ന മനുഷ്യരെല്ലാം പഴിക്കുന്നവൻ മാതൃഹത്യ എന്ന മഹാപരാധം കൂടി ചുമക്കുവാൻ എന്തിനു മടിക്കണം? പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. ലോകാപവാദം ഭയന്നല്ല, പാപഭീതി കൊണ്ടുമല്ല. പെറ്റമ്മയേക്കാൾ പോറ്റമ്മയെ പൂജിക്കുന്ന എന്റെ ജ്യേഷ്ഠൻ ഇതറിഞ്ഞാൽ എന്നോട് പൊറുക്കുകയില്ലെന്ന് ഭയന്നു മാത്രം. എന്റെ മകനെ നിർത്തൂ. ആ വിശുദ്ധമായ വാക്കിനെ ഉച്ചരിക്കരുത്. സ്വന്തം മകനേക്കാൾ കൂടുതലായി സ്നേഹിച്ച എന്റെ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ച കൈകേയിക്കിന് മകനില്ല. എന്റെ കുഞ്ഞെ, നീ ഒന്ന് സമാധാനമായി കേൾക്കൂ. സമാധാനം? എന്റെ ജീവിതത്തിൽ ഇനി സമാധാനം ഉണ്ടാകും. ഈ രാജവംശത്തിൽ ഇനി സമാധാനം ഉണ്ടാകും. ഈ രാജ്യത്തിന് അമ്മേ, എന്റെ അമ്മേ, ഈ മഹാഭാവിക്ക് മാപ്പ് തരുന്നു. എന്ത് ഭ്രാന്താണ് മകനെ? അമ്മയെ തീരാ ദുഃഖത്തിൽ ആഴ്ത്തിയ മഹാഭാവിയാണ് ഞാൻ. ഈ തോരാത്ത കണ്ണുനീരിന് കാരണം ഞാനാണ്. പെറ്റ മകനേക്കാൾ വാത്സല്യത്തോടെ എന്നെ വളർത്തിയതിന് ഞാൻ നൽകുന്ന പ്രതിഫലം ഇതാണ്. പാവനപാദങ്ങൾ സാക്ഷിയായി ഞാൻ പറയുന്നത് വിശ്വസിക്കണേ. സ്വപ്നത്തിൽ പോലും ഈ കൊടും പാപത്തെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല. എന്റെ ജ്യേഷ്ഠനേക്കാൾ വലുതായി എനിക്ക് ഈ ലോകത്തിൽ ഒന്നുമില്ലമ്മേ, ഒന്നുമില്ല. കുഞ്ഞെ, എനിക്ക് നീയും രാമനും തമ്മിൽ ഭേദമില്ലെന്ന് അറിഞ്ഞൂടെ? നിന്നെ ഞാൻ തെറ്റിദ്ധരിക്കും. എന്റെ അമ്മ, ഈ പാദം പണിയുവാൻ കൂടി ഇവൻ അർഹനല്ല. ഇന്ന് തന്നെ വനത്തിൽ പോയി ജ്യേഷ്ഠനെ കണ്ടതിന് ശേഷമേ ഇവന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകുള്ളൂ. പറന്നു 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 പൊങ്ങും പറവകളെ, മധു പകർന്നു പകർന്നു വിടർന്നു മിന്നും മലരുകളെ, പറന്നു 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 പൊങ്ങും പറവകളെ, മധു പകർന്നു പകർന്നു വിടർന്നു മിന്നും മലരുകളെ. പറന്നു പറന്നു പൊങ്ങും പറവകളെ.
വായിച്ചു മതിയാവും മുമ്പേ മണിമേട വിട്ടൊരു ജനകാത്മജയ്ക്കായി കാട്ടാറു പാടുന്ന കല്ലോലഗാനം കാട്ടാറു പാടുന്ന കല്ലോലഗാനം പറന്നു 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 പൊങ്ങും പറവകളെ രാജവിഭവങ്ങൾ അണിയും നിനക്കി ആരണ്യമാനന്ദം അരുളുന്നതാമോ പുറമെങ്ങു താടെങ്ങ് സുരലോകമെല്ലാം ആനന്ദമായി കാണു ഞാൻ ആനന്ദമായി കാണു ഞാൻ ആര് കേൾക്കാനാണ് ഈ ജയഘോഷം? ഇതേ ഘോഷത്തോടെയാണോ നിങ്ങൾ എന്റെ ജ്യേഷ്ഠനെ വനവാസത്തിന് അയച്ചത്? അയോധ്യ നിവാസികൾ എന്നു മുതൽക്കാണ് ഭീരുക്കളായത്? എന്നു മുതൽക്കാണ് അനീതിയുടെ മുൻപിൽ തലകുനിയാൻ തുടങ്ങിയത്? ഈ രാജ്യം ഭരിക്കേണ്ട എന്റെ ജ്യേഷ്ഠൻ രാമചന്ദ്രൻ വനവാസത്തിന് പോകുന്നത് നോക്കി നിന്ന് നിങ്ങൾ ഇപ്പോൾ വെറും വാക്കുകൊണ്ട് ജയഘോഷം മുഴക്കുന്നത് എന്താണ് അർത്ഥം? ആ അനീതി തടയാൻ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത നിങ്ങൾ ഇന്ന് ഈ ജയഘോഷം മുഴക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഭരതൻ ഭരിക്കേണ്ടെന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നതിന് എത്രയോ മുമ്പായി ഞാൻ തന്നെ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. അയോധ്യയുടെ അന്തസ്സും ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും കാത്തുസൂക്ഷിക്കേണ്ട പൗരന്മാരെ, നിങ്ങളെ ഭരിക്കേണ്ട രാജാവിനെ കാട്ടിലേക്ക് പറഞ്ഞയച്ച് നിങ്ങൾക്ക് ലജ്ജയില്ലേ ആ നാമം ഉച്ചരിച്ച് ബഹളം കൂട്ടാൻ? ഞങ്ങൾ അനീതി തടയാൻ എന്ത് ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പൗരമുഖ്യരായ നിങ്ങൾ എന്റെ പിതാവിനെ കണ്ട് നിവേദനം നടത്തി. രാമരാജാവല്ലാതെ മറ്റാരും ഈ രാജ്യം ഭരിക്കുന്നത് ന്യായമല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. വനവാസത്തിന് പുറപ്പെട്ട എന്റെ ജ്യേഷ്ഠനെ തടഞ്ഞു നിർത്തിയോ? ഈ രാജ്യത്തിലെ കീഴ്വഴക്കം കാത്തുരക്ഷിക്കാൻ കടമപ്പെട്ട നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആത്മാവിന് സാക്ഷി നിർത്തി ഉത്തരം പറയാം. എന്താണ് ആരും മിണ്ടാത്തത്? അല്പം മുമ്പ് ആവേശപൂർവ്വം അട്ടഹസിച്ച നിങ്ങൾ ഇപ്പോൾ നിശബ്ദരായി പോയതെന്ത്? ജനനായകന്മാരെ, ഭരതൻ ഭീരുവല്ല, ദുരാഗ്രഹിയുമല്ല, തീരാ പഴിക്ക് പാത്രമായ ഭാഗ്യദോഷിയാണ്. പക്ഷേ അത് മാറ്റാനായി ഇന്ന് തന്നെ വനത്തിലേക്ക് പുറപ്പെടുകയാണ്. എന്റെ ജ്യേഷ്ഠന്റെ പാപനപാദങ്ങൾ പണിഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങോട്ട് ആനയിക്കുന്നതിനായി, അല്ലെങ്കിൽ ജ്യേഷ്ഠനോടൊന്നിച്ച് വനവാസത്തിനായി. നിങ്ങൾ എന്നെ ഇതിൽ കൂടുതൽ വേദനിപ്പിക്കരുത്. എനിക്കല്ല ജയഘോഷം മുഴക്കേണ്ടത്, എന്റെ ജ്യേഷ്ഠനാണ്. രാമരാജ, രാമരാജ. താതം നീ മാതാവു നീ സോദരൻ നീ എൻ രാമ, നീയല്ലോ മമ ജീവൻ, നിൻ ജീവനല്ലോ ഞാനും, നീയുമീ ഞാനും രണ്ടായി കാൺമതില്ലല്ലോ നമ്മൾ. അതാ വരുന്നു നീചനായ ദുരാഗ്രഹി. യഥാർത്ഥ രാജ്യാവകാശം നശിപ്പിക്കാൻ സേനയുമായി പുറപ്പെട്ടിരിക്കുന്നു. വേഗം അമ്പുവിലെടുക്കും. യുദ്ധത്തിൽ തയ്യാറായാലും. ആര്? ഭരതനോ? ലക്ഷ്മണ, ഭരതൻ നിന്റെ ജ്യേഷ്ഠനാണ്. എനിക്ക് ഒരു ജ്യേഷ്ഠനേ ഉള്ളൂ. എനിക്ക് 3 അനുജന്മാരുണ്ട്. മൂവരും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരുമാണ്. ജ്യേഷ്ഠ. ലക്ഷ്മണ, നിന്റെ ജ്യേഷ്ഠനെ നിനക്കറിഞ്ഞുകൂടെങ്കിൽ എന്റെ അനുജനെ എനിക്ക് നല്ലവണ്ണം അറിയാം. നിന്നെ പിരിയുകിലാമോ ഇഹമന്നിതിലുയിർ വാഴാൻ രാമ, നിന്നെ പിരിയുകിലാമോ ഇഹമന്നിതിലുയിർ വാഴാൻ രാമ, നിന്നെ
മുഖം ഒരു കുറി മങ്ങിക്കണ്ടാൽ നിന്നുടെ മിഴിയിൽ നീരണിയും നീ എന്നുമെനിക്ക് താപവും തന്നാൽ എങ്ങനെ വാഴും നാം ഇരുപേരും വത്സലക്ഷ്മണ നീയേ രാമനു വാത്സല്യത്തിൻ പൂർണ്ണതയാർന്നു വത്സലക്ഷ്മണ നീയേ രാമനു വാത്സല്യത്തിൻ പൂർണ്ണതയാർന്നു തൽസവിധത്തിൽ കാത്തുവസിക്കാൻ തന്നിലല്ലോ ഭാഗ്യമെനിക്കും അമ്മ കയർത്തോം അച്ഛൻ തുണയാം അച്ഛനകന്നാൽ അഗ്രജനുണ്ടാം അമ്മയും അച്ഛനും അഗ്രജനും പോയി കർമ്മം കെട്ടവനാക്കിടരുതേ രാമ എന്നെ വെടിഞ്ഞു പോന്നതെന്ന് അയോധ്യയെ അനാഥമാക്കി അവിടുത്തെ അനുജനെ അസഹ്യമായ പഴിക്ക് പാത്രമാക്കിയിട്ട് പോരാ പരമകാരുണികനായ അങ്ങേക്ക് എങ്ങനെ മനസ്സ് വന്നു? ജ്യേഷ്ഠ, ജനിച്ച നാൾ മുതൽക്ക് നാലുടലും ഒരാത്മാവുമായിട്ടല്ലേ നാം കഴിഞ്ഞത്. ഇത്ര പെട്ടെന്ന് വേർപിരിച്ചത് എന്തിന്? സ്നേഹസ്വരൂപമേ, സൂര്യവംശത്തിന് കളങ്കം വരുത്തിയ പാപിയുടെ ഉദരത്തിൽ പിറന്നതിനാണോ ഇവനെ ഇങ്ങനെ ശിക്ഷിച്ചത്? ഭരത, കൈകേയി മാതാവിനെ പഴിക്കുന്നത് ഞാൻ ക്ഷമിക്കുകയും. അറിയാൻ ജ്യേഷ്ഠ, അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന ശിക്ഷ നൽകാൻ ഈ കരങ്ങൾ മടിച്ചത്. പക്ഷേ ഈ പാദങ്ങൾ നോക്കി പിഴയ്ക്കാതെ പിച്ച വയ്ക്കാൻ പഠിച്ച ഇവൻ ഈ പാദാന്തികത്തിലല്ലാതെ മറ്റെവിടെ ഇവന്റെ ദുഃഖഭാരം ഇറക്കി വെക്കും? ഈ മഹാപരാധം എന്റെ ശിരസിൽ വെച്ചിട്ട് പോന്നതെന്ത്? നീ എങ്ങനെ അപരാധിയാകും? അച്ഛന്റെ സത്യം പാലിക്കുവാൻ നാം കടപ്പെട്ടവരല്ലേ? ഞങ്ങൾ രണ്ടുപേരും അച്ഛനെ വേർപിരിഞ്ഞെങ്കിലും നീയും ശത്രുഘ്നും അച്ഛനെ ആശ്വസിപ്പിക്കുമെന്നല്ലേ ഞാൻ ആശിച്ചത്. അനുജ, നിങ്ങളും അച്ഛനെ വിട്ടിട്ട് പോകുന്നത് ശരിയാണ്. അച്ഛൻ എത്ര വിഷമിക്കുന്നുണ്ടാവും. ജ്യേഷ്ഠ, അച്ഛൻ ഭരത, ആശ്വസിക്കൂ. കുഞ്ഞുങ്ങളെപ്പോലെ നീ ഇങ്ങനെ കരഞ്ഞാൽ പറയൂ, അച്ഛന് സുഖമല്ലേ? ജ്യേഷ്ഠന് വേർപിരിഞ്ഞ ദുഃഖം സഹിയാഞ്ഞ് അച്ഛൻ അച്ഛൻ നമ്മയെല്ലാം എന്നേക്കുമായി കൈവിടിച്ചു ജ്യേഷ്ഠ. അയ്യോ അച്ഛാ, രാമചന്ദ്ര, എല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ ദുഃഖിച്ചാൽ മരണത്തെ വെല്ലാൻ ആർക്ക് കഴിയും? എഴുന്നേൽക്കൂ, ഇനി നടത്തേണ്ട കർമ്മങ്ങൾ നിർവഹിക്കാം. ഇല്ല, ജ്യേഷ്ഠനില്ലാതെ ഞാൻ അയോധ്യയിലേക്ക് മടങ്ങുകയില്ല. ഭരത,
നീ ഇങ്ങനെ ശാഠ്യം പിടിക്കരുത്. 14 വർഷം നീ അയോധ്യ ഭരിക്കണം, ഞാൻ വനത്തിൽ കഴിയണം. അച്ഛന്റെ ആജ്ഞയാണ്, അതനുസരിക്കേണ്ടത് നമ്മുടെ ധർമ്മമല്ലേ? ഈ അനുജന്റെ ധർമ്മസങ്കടം അവിടെ നിന്ന് അറിയാത്തതെന്ത്? ഇവനോട് തെല്ലെങ്കിലും കാരുണ്യം കാട്ടാത്തതെന്ത്? പിതൃഘാതകൻ എന്ന പഴിക്ക് പാത്രമായത് പോരെ? സാമ്രാജ്യ ദുർമോഹി എന്ന് പൗരജനങ്ങളെല്ലാം പുച്ഛിക്കുന്നത് പോരെ? സ്നേഹസ്വരൂപിണിയായി അവിടെ നിന്ന് കേൾക്കുന്നത് 14 വർഷം കൊടിയ പാപഭാരവും പേറിക്കൊണ്ട് ഈ കൊച്ചനുജൻ കഴിയണമെന്ന് കൽപ്പിക്കുന്നത് കഷ്ടമല്ലേ? അനുജ, ലക്ഷ്മണ, നീയെങ്കിലും പറയൂ, ജ്യേഷ്ഠനെ കൂടാതെ ഞാൻ എങ്ങനെ അയോധ്യയിലേക്ക് മടങ്ങും? എന്നെ അനുഗമിച്ച പൗരജനങ്ങളോട് ഞാൻ എന്ത് സമാധാനം പറയും? ജ്യേഷ്ഠ, അതാ നോക്കൂ, അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചു കഴിയുന്ന പ്രജാലക്ഷങ്ങളുടെ പ്രതിനിധി, പാൽമണം മാറാത്ത പൈതങ്ങളെ ഒക്കത്തേറ്റി നിൽക്കുന്ന മാതാക്കൾ, 10 അടി നടക്കാൻ കെട്ടില്ലാത്ത പടുവൃത്തന്മാർ, പാടത്ത് പണിയെടുക്കേണ്ട കർഷകർ, പലവിധ തൊഴിൽ ചെയ്ത് കഴിയുന്ന തൊഴിലാളികൾ, ഇവരെല്ലാം എല്ലാം ഇട്ടെറിഞ്ഞെന്നെ അനുഗമിച്ചതെന്തിന്? പ്രതീക്ഷാ നിർഭരങ്ങളായ നയനങ്ങളോട് നോക്കി നിൽക്കുന്നത് എന്തിന്? ഭരതൻ ഭരിക്കുന്നത് കാണാനാണ് ഇവരെല്ലാം ഈ കൊടുങ്കാട്ടിലേക്ക് വന്നത്? പറയും, പാപിയായ ഭരതനോടില്ലെങ്കിലും അവരോട് അനുകമ്പ തോന്നുന്നില്ലേ? അവരെ കരുതിയെങ്കിലും അങ്ങ് അയോധ്യയിലേക്ക് വരികയില്ലേ? വരാമനുജ, 14 വർഷം കഴിഞ്ഞു. അതുവരെ അയോധ്യ അനാഥമായി കഴിയട്ടെന്നു, പ്രജകൾ തോന്നിയപടി താറുമാറായി ജീവിക്കട്ടെന്നു. അല്ല, ഭരതന്റെ ഭരണത്തിൽ അയോധ്യ സർവസമൃദ്ധമായി കഴിയണം. ശ്രീരാമചന്ദ്രൻ ജീവനോടിരിക്കുമ്പോൾ ഭരതൻ അയോധ്യ ഭരിക്കയില്ല, ഇത് സത്യം. ഗുരുദേവ, സർവജ്ഞനായ അവിടെ നിന്ന് വേണം ഭരതൻ ഉപദേശിച്ച് അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ. ഭാരത, രാമചന്ദ്രൻ പറയുന്നത് അനുസരിക്കൂ, അതാണ് ധർമ്മം. ഞാൻ അനുസരിക്കും, എല്ലാം സഹിച്ച് 14 വർഷം കാത്തിരിക്കും ഭരത. പക്ഷേ 14 വർഷം പൂർത്തിയാകുന്നതിന്റെ പിറ്റേ ദിവസം അവിടെ നിന്ന് അയോധ്യയിൽ എത്തുന്നില്ലെങ്കിൽ ഈ ഉടൽ അഗ്നിയിൽ അർപ്പിക്കും. ഈ പാവന പാദങ്ങളാണ് സത്യം. അനുപമമായ നൃത്തം, അമൃത തുല്യമായ സംഗീതം. സോദരി,
കലാദേവി കനിഞ്ഞനുഗ്രഹിച്ച ഭവതിക്ക് സമ്മാനിക്കുവാൻ ആത്മാർത്ഥമായ അഭിനന്ദനം മാത്രമേ ഈ വനവാസിക്കുള്ളൂ. ഭവതി ആരാണ്? ഞാൻ വൈശ്രവണ സഹോദരി, നാമം കാമവല്ലി. ഈ വനം എന്റെ വിഹാരരംഗം. അവിടുന്ന് ദശരഥപുത്രനായ രാമൻ അച്ഛന്റെ ആജ്ഞ അനുസരിച്ച് വനവാസം അനുഷ്ഠിക്കുകയാണ്. അയ്യോ കഷ്ടം. ഈ പൂമേനി വനവാസ ക്ലേശം കൊണ്ട് വാടിത്തളയണമെന്ന് വിധിച്ച അച്ഛൻ കഠിനം തന്നെ. ഞാനുണ്ടായിരുന്നെങ്കിൽ പിതാവിന്റെ കാൽക്കൽ വീണ്. അതിനിടയാകും മുമ്പ് പിതാവ് ദിവംഗതനായത് അദ്ദേഹത്തിന്റെ മഹാഭാഗ്യം. എന്ത്? ദിവംഗതനായോ? ഞാൻ എത്ര നിർഭാഗ്യം. അച്ഛനെ കാണുന്നതിന് പോലും എനിക്ക് കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു പുത്രിയുള്ള കഥ അദ്ദേഹം സ്വപ്നം പോലും കണ്ടിരിക്കയില്ല. സോദരി, അരുതരുത്, അങ്ങനെ വിളിച്ചെന്നെ വേദനിപ്പിക്കരുത്. ഞാൻ എങ്ങനെ സഹോദരിയാകും? മറ്റൊന്നും ഈ ജന്മമാകയില്ല. ഇല്ലേ? സോദരി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വന്നത് എന്തിനെന്ന് വിശദമായി പറയൂ. ഞാൻ എങ്ങനെ വിശദമായി പറയും? പറയാതെ ഞാൻ എങ്ങനെ അറിയും? ഞാനൊരു സ്ത്രീയല്ലേ? സുന്ദരിയായ ഒരു യുവതി. അങ്ങേക്കെന്റെ സൗന്ദര്യം ഇഷ്ടമായോ? സുന്ദര വസ്തുക്കളെല്ലാം എനിക്കിഷ്ടമാണ്. അതല്ല. പിന്നെ? എന്നെപ്പോലെ സുന്ദരിയായ സ്ത്രീയല്ലേ അങ്ങേപ്പോലെ സുന്ദരനായ പുരുഷന്? സഹോദരി, ഇതാണ് എന്റെ ധർമ്മപത്നി സീത. ഓഹോ, കണ്ടത് സന്തോഷമായി. ജ്യേഷ്ഠത്തി, ഈ സ്ത്രീ ആര്? എന്തിനിവിടെ വന്നു? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. ഞാൻ പറഞ്ഞില്ലേ? കേട്ടോ ജ്യേഷ്ഠത്തി? ആ, ജ്യേഷ്ഠത്തിയോ? സാരമില്ല സീതെ, ഈ സഹോദരിക്ക് എന്തോ തകരാറുണ്ട്. നമസ്കാരം. നിൽക്കണേ. അങ്ങ് ഇത്ര നിർദ്ദയനോ? അങ്ങൊരു പുരുഷനല്ലേ, ക്ഷത്രിയനല്ലേ? അതിതുവരെ മനസ്സിലായില്ലേ? പ്രണയാർത്ഥന ചെയ്യുന്ന ഒരു യുവതിക്ക് പുറംതിരിഞ്ഞതാണോ പുരുഷത്വം? പരിചയമില്ലാത്ത പുരുഷനോട് പ്രണയാർത്ഥന ചെയ്യുന്നതല്ല സ്ത്രീത്വം. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. അങ്ങീ കണ്ടയുടനെ ഞാൻ മനസ്സാ സകലതും അങ്ങയ്ക്ക് സമർപ്പിച്ചുപോയി. ഞാനതിന് ഉത്തരവാദിയല്ല. അത് സ്വീകരിക്കാൻ സാധ്യവുമല്ല. എന്താണ് എനിക്കൊരു കുറവ്? ഒന്നുമില്ല. പക്ഷേ ഞാൻ വിവാഹിതനാണ്. അതിനെന്ത്? രാജാക്കന്മാർക്ക് ഒന്നിലധികം ഭാര്യമാർ പാടില്ലെന്നുണ്ടോ? ഇല്ല. എന്നാൽ ഈ ഹൃദയത്തിൽ ഒരു സ്ത്രീക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. ആര്യപുത്ര. സഹോദരി, മാറി നിൽക്കൂ. അനുജൻ ലക്ഷ്മണൻ വരാറായി. അവൻ മഹാകോപിഷ്ഠനാണ്. അവൻ വരുന്നതിന് മുമ്പ് പോകുന്നതാണ് നന്ന്. പരമസുന്ദരൻ, പക്ഷേ പഞ്ചപാവം. നീ ആര്? എന്തിനിവിടെ വന്നു? അമ്മേ, ഭയന്നു പോയല്ലോ. ഇങ്ങനെയാണോ സുന്ദരിയായ ഒരു യുവതിയോട് സംസാരിക്കുന്നത്? മറ്റേ മനുഷ്യൻ എത്രയോ ഭേദം. മര്യാദയായിട്ട് പെരുമാറിയെങ്കിലും ചെയ്തു. ചോദിച്ചതിന് ഉത്തരം പറയൂ. ഇങ്ങനെയുണ്ടോ ഒരു ദേഷ്യവും ധൃതിയും? സാവകാശമായി പറയാമല്ലോ. അങ്ങ് രാമചന്ദ്രന്റെ സഹോദരനല്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞു? രാമചന്ദ്രൻ പറഞ്ഞു. അനുജൻ ലക്ഷ്മണകുമാരനോട് സംസാരിക്കാൻ നിർദ്ദേശിച്ചു. എന്റെ ജ്യേഷ്ഠനോ? അല്ല, എന്റെ ജ്യേഷ്ഠൻ. എന്താ? അങ്ങയുടെ ജ്യേഷ്ഠൻ എന്റെ ജ്യേഷ്ഠനാകും. നിർത്തു. ഇനി ഒരു അക്ഷരം മിണ്ടരുത്. കുമാര, ഞാൻ ആരെന്നറിയാമോ? അറിയാം. കാമഭ്രാന്ത പിടിപെട്ട പിശാച്, സ്ത്രീത്വത്തെ അവമാനിക്കുന്ന പെൺകോലം. എന്റെ ജ്യേഷ്ഠത്തി പിറന്ന പെൺകുലത്തിൽപ്പെട്ടവളായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. പോ. ജ്യേഷ്ഠത്തി, അവളെ ഞാൻ നിൽക്കവിടെ.
കലയുടെ മനോഹരമണ്ഡലത്തിൽ സദാ കഴിയുവാൻ നാം എത്രമാത്രം മോഹിക്കുന്നുണ്ടെന്നോ. ആർക്കും വിഹരിക്കാവുന്ന രാജ്യഭരണ രംഗം എവിടെ? പ്രതിഭാശാലികൾക്ക് മാത്രം പ്രവേശിക്കാവുന്ന കലാലോകം എവിടെ? സഹോദരി, എന്താണിത്? എഴുന്നേൽക്കൂ. എന്തു പറ്റി? രാവണ സഹോദരി അപമാനിക്കാൻ ഒരുപെട്ട സാഹസികൻ ആര്? പറയൂ. എന്ത്? രാമലക്ഷ്മണന്മാരോ? നിസ്സാര നരന്മാരാണോ നിന്നെ അപമാനിച്ചത്? പറയൂ, ഇതെങ്ങനെ സംഭവിച്ചു? അതുപോലെ പഞ്ചവടി പ്രാന്തങ്ങളിൽ നടക്കുമ്പോൾ രാമലക്ഷ്മണന്മാരെ കണ്ടു. അവരോട് വിവരങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോൾ എന്നെ ഇങ്ങനെ അവമാനിച്ചു. നിസ്സാര നരന്മാർക്ക് ഇത്രത്തോളം അഹങ്കാരമോ? ശൂർപ്പണഖേ, കരദൂഷണ ദൃശ്യരാക്കൾ സമീപത്തല്ലേ പാർക്കുന്നത്? നീ എന്തുകൊണ്ട് അവരെ വിവരം അറിയിച്ചില്ല? അറിയിച്ചു ജ്യേഷ്ഠ. എനിക്ക് നേരിട്ട് അവമാനത്തിന് പകരം ചോദിക്കുന്നതിനായി 14,000 പടയുമായി പോരിനെത്തി. പക്ഷേ അവർ എല്ലാവരെയും നിഗ്രഹിച്ചു. എന്ത്? ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വാസമില്ലെങ്കിൽ പഞ്ചവടി പരിസരങ്ങളിൽ ചെന്ന് നോക്കൂ. കുന്നുകൂടി കിടക്കുന്ന കപന്തകൾ കാണാം. കൂടപ്പുറപ്പുകൾ മാറിൽ കൂറമ്പ് തറച്ച് മരിച്ചു കിടക്കുന്നത് കാണാം. രാക്ഷസീശ്വരനായ രാവണന്റെ അധികാരവും അഭിമാനവും രക്തപ്പുഴയിൽ മുങ്ങി മരണശ്വാസം വലിക്കുന്നത് കാണാം. ആ നരക്കീടങ്ങളെ രാവണന്റെ ശക്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട് മേൽക്കാരി. മേഘനാഥ, ഉടൻ പുറപ്പെടാൻ നമ്മുടെ സേന തയ്യാറാകട്ടെ. ക്ഷമിക്കണം. അനുജ, ആര്യപുത്രന് ശബ്ദമല്ലേ ആ കേട്ടത്? എന്റെ നാഥൻ എന്തോ ആപത്ത് സംഭവിച്ചിരിക്കണം. പോകൂ. ഇല്ല ദേവി, എന്റെ ജേട്ടന് ഒരാപത്ത് സംഭവിക്കില്ല. അതാ വീണ്ടും അതെന്റെ നാഥന്റെ രോദനം തന്നെ. വേഗം പോകൂ. ദേവി ഇങ്ങനെ പരിഭ്രമിച്ചാലും എന്റെ അഗ്രജൻ ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് അവിടത്തേക്ക് അറിഞ്ഞുകൂടെ? സമാധാനമായിരുന്നാലും. ഇല്ല, എന്റെ നാഥന്റെ കരച്ചിലാണ് കേട്ടത്. വേഗം പോയി സഹായിക്കൂ. ഇവിടം വിട്ട് പോകരുതെന്നാണ് ജേട്ടന്റെ ആജ്ഞ. ഞാൻ ആജ്ഞാപിക്കുന്നു, ഉടൻ പോകാൻ. ക്ഷമിക്കണം, നിവർത്തിയില്ല. എന്ത്? പോകുകയില്ലെന്നോ? ഇതാണോ നിന്റെ ജ്യേഷ്ഠഭക്തി? ഇത്രകാലം കാപ്പറ്റ്യം കാട്ടി ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ലക്ഷ്മണ, എന്റെ നാഥൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ പിന്നെ അരക്ഷണം ഞാൻ ജീവിച്ചിരിക്കുകയായി. എന്താണ് ഇങ്ങനെ കൽപ്പിക്കുന്നത്? ഉടൻ നീ പോകുന്നില്ലെങ്കിൽ നിന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ പ്രാണത്യാഗം ചെയ്യും. ശ്രീരാമപാദങ്ങളാണ് സത്യം. ദൈവമേ, ഇതെന്തൊരു ഭയങ്കര ശിക്ഷ. പോകാം ദേവി, പോകാം. ദേവി, ഒരപേക്ഷ. ഇതിന് വെളിയിൽ പോകരുതേ. ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ, ഭിക്ഷാം ദേഹി. നമസ്കാരം സ്വാമി. അങ്ങ് ആരാണ്? ഞാനൊരു ശിവഭക്തൻ. കഠിനതപം കൊണ്ട് കൈലാസവാസനെ പ്രീതിപ്പെടുത്തി ഇപ്പോൾ ദക്ഷിണ ദിക്കിലാണ് സ്ഥിരതാമസം. ഒരു സുപ്രധാന കാര്യസാധ്യത്തിനായി ഇങ്ങോട്ട് പോന്നു. സ്വാമി, എന്റെ നാഥൻ മടങ്ങി വന്നിട്ട് മഹാത്മാവായി അവിടുത്തെ വേണ്ട വിധം സൽക്കരിക്കും. വേണ്ട വേണ്ട, അതുവരെ കാത്തു നിൽപ്പാൻ നീയ. വിശപ്പടക്കുന്നതിന് വല്ലതും. അല്പം ക്ഷമിക്കണം. സ്വാമി, ഇത്ര അകലെ നിന്ന് ഭിക്ഷ നീട്ടുന്നത് ഈ സാധുവിനെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. സൽക്കാരം സന്യാസിയെങ്കിലും ഇവനും ഒരു ഉന്നത കുലജാതനാണ്. ഭവതിയുടെ ഭിക്ഷ ഭദ്രമായി സൂക്ഷിച്ചുകൊള്ളുക. ശംഭോ മഹാദേവ. ക്ഷമിക്കണം സ്വാമി.
ഞാൻ അങ്ങേ അധിക്ഷേപിച്ചതല്ല. ഈ വാതിക്കൽ വന്നിട്ട് വെറും കൈയോടെ മടങ്ങാൻ പാടില്ല. ഇതാ ലങ്കേശ്വരനായ രാവണൻ വെറും കൈയോടെ മടങ്ങുകയില്ല. ലക്ഷ്മണ, ഏതായാലും വൈദേഹി വിട്ടിട്ട് പോകുന്നത് ശരിയായില്ല. ക്ഷമിക്കണം ജ്യേഷ്ഠ. ദേവി ജീവൻ വെടിയുമെന്ന് ശപഥം ചെയ്തപ്പോൾ ഏതോ ഭയങ്കരമായ കഷ്ടകാലത്തിന്റെ നാന്ദിയാണിതെല്ലാമെന്ന് തോന്നുന്നു. മായാവികളായ രാക്ഷസന്മാർ നമ്മെ നശിപ്പിക്കുവാൻ 4 ഉപായങ്ങളും നോക്കുകയായിരിക്കും. വേഗം വരൂ. തരുണി സീതേ പുനരവിടെ നീ പോയി അരികിൽ മമവാ സകല ഗുണപൂർണേ തവ മുഖ സരോജം തരളമിഴി കാണാഞ്ഞഴൽ മനസി പാരം പരമശിവ ശംഭോ തുളസി നറുമുല്ലേ മൃദുല തനുവല്ലി പരിലസിത ചില്ലിയുഗ ചലിതമല്ലി ലതകളുലകെല്ലാം അഴകിനോടു വെല്ലും അവളരികിലില്ലേ പരമശിവ ശംഭോ അളിപടലമേൽ അവളഗതിയങ്ങോ നളിനവദനിയും നളിനമുഖിയങ്ങോ കിളിക്കുയിലു കേകി കളവചനയങ്ങോ അഴൽ മനസി പാരം പരമശിവ ശംഭോ രാമ രാഘവ രാമ രാഘവ അനുജ, തുടർന്ന് നടക്കുന്ന ഹനുമാനിത ആര്യന്മാരായ നിങ്ങൾ വളരെ നന്ദി. അങ്ങേ കിഷ്കിന്ധയിലെ രാജാവാക്കാമെന്ന് ഞാനിതാ ഉറപ്പു നൽകുന്നു. പക്ഷേ ദേവി, ഞാൻ എങ്ങനെ ആശ്വസിക്കും തിരിച്ചടെ? ആര്യപുത്രന്റെ ഒരു വിവരവുമില്ലല്ലോ. സമാധാനപ്പെട്ടാലും ദേവി, കാലമെല്ലാം മംഗളമായി കലാശിപ്പിക്കും. സീതേ, സുഗ്രീവ, ഇതെന്റെ സീതയുടെ ആഭരണം തന്നെ. പ്രാണേശ്വരി, പ്രഭു ആശ്വസിച്ചാലും വാനര സംഘത്തെ മുഴുവൻ വൈദേഹിയെ കണ്ടുപിടിക്കാൻ അയക്കാമെന്ന് ഞാനിതാ സത്യം ചെയ്യുന്നു. വളരെ നന്ദി. അങ്ങേ കിഷ്കിന്ധയിലെ രാജാവാക്കാമെന്ന് ഞാനിതാ ഉറപ്പു നൽകുന്നു. ദേവി, നീ ആര്? ശ്രീരാമദാസൻ ഹനുമാൻ. ശ്രീരാമദാസനോ? അല്ല, നീ രാവണന്റെ മായാദൃഷ്ടികളിലൊന്ന്. മുമ്പിൽ നിന്ന് പോ. ദേവി, ഈ മുദ്രമോതിരം തൃക്കൺ പാർത്ത് സംശയം തീർത്താലും. പ്രഭു,
ആത്മനാഥന്റെ സ്പർശമേറ്റു കഴിഞ്ഞ അങ്കുലിയകമേ, ആ മനോഹര അങ്കുലി വെടിഞ്ഞു പോരാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നു? മാതാവി, എന്റെ സ്വാമി അടയാളവാക്യവും പറഞ്ഞയച്ചിട്ടുണ്ട്. ചിത്രകൂടവാസ സമയത്ത് ശ്രീരാമചന്ദ്രൻ മനയോല കൊണ്ട് ദേവിയുടെ കവിൾത്തടത്തിൽ ചിത്രലതകൾ വരച്ച്. മതി, എനിക്ക് വിശ്വാസമായി. മഹാസമുദ്രം കടന്ന് ഇവിടെ എത്തിയതെങ്ങനെ? ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ കടക്കുവാൻ വയ്യാത്ത മഹാസമുദ്രം ഏതുണ്ട് മാതാവി? അഹങ്കാരിയായ വാനര, ഇതാ ഈ ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ ഞാൻ ബന്ധിക്കുന്നുണ്ട്. എവിടെ പോയി നിന്റെ പരാക്രമമല്ല? ഇവരെ പിടിച്ചോണ്ടുവരെ. അതുപോലും അറിഞ്ഞുകൂടാത്ത അഹങ്കാരിയായ രാവണ, ഇനി നിന്നോടൊപ്പം ഇരുന്നിട്ടാകാം സംഭാഷണം. എടാ മായാവിയായ മർക്കടമേ, നീ ലങ്കയിൽ വന്നത് എങ്ങനെ? എന്തിന്? ഉടൻ സമാധാനം പറയൂ. ശ്രീരാമദാസനായി എനിക്ക് എപ്പോഴും എവിടെയും പ്രവേശിക്കുവാൻ പ്രയാസമില്ലെന്ന് ആദ്യമായി മനസ്സിലാക്കൂ. ഞാൻ വന്നത് എന്റെ സ്വാമിയുടെ സന്ദേശം നിന്നെ അറിയിക്കുവാൻ. നിന്റെ സ്വാമിയുടെ സന്ദേശം എന്താണ് ആ അല്പായുസായ നരന് നമ്മെ അറിയിക്കാനുള്ളത്? ഹേ ദുരാത്മാവേ, നീയും നിന്റെ വംശവും നിശേഷം നശിക്കേണ്ടെങ്കിൽ ഉടൻ തന്നെ സീതാദേവിയെ എന്റെ മുൻപിൽ സമർപ്പിക്കൂ. ഇത് ശ്രീരാമ സന്ദേശം. ഇനി എന്റെ ഉപദേശം, രാവണ, കാൽക്ഷണം താമസിക്കാതെ ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്. അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രന്റെ കോപാഗ്നിയിൽ ലങ്ക മുഴുവൻ വെന്ത് വെണ്ണീറാകും. രാക്ഷസവംശം ഒന്നോടെ നശിക്കും. വിഡ്ഢിയായ വാനര, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് മറന്നുപോയോ? ഈ രാവണൻ ആരെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? മഠയ, കൈലാസമെടുത്തമ്മാനമാടിയതും കുബേരനെ തോൽപ്പിച്ചതും യമനെ കിങ്കരനാക്കിയതും ഈ കരങ്ങളാണെന്ന് നീ കേട്ടിട്ട് പോലുമില്ലേ? ഉണ്ട്. അതുമാത്രമല്ല, മറ്റു ചിലത് കൂടി കേട്ടിട്ടുണ്ട്. ബാലിയുടെ വാലിൽ കുടുങ്ങി മരണവേദനയോട് നിലവിളിച്ചതും കാർത്തവീരന്റെ കല്ലറയിൽ കിടന്ന് നരകിച്ചതും പരമശിവന്റെ പാദത്തിലെ പെരുവിരൽ കൊണ്ട് അമർത്തിയതിന്റെ ഫലമായി കൈലാസത്തിന്റെ അടിയിൽപ്പെട്ടു പോയ കൈകളരഞ്ഞ് കാലിട്ടടിച്ച് നിലവിളിച്ചതും എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ദൂതനെ വധിക്കുന്നത് രാജനീതിയല്ല. വെറും ഒരു മരച്ചാടിക്കിറങ്ങനോട് ദൂതമര്യാദ കാണിക്കേണ്ട കാര്യമുണ്ട്. ഒരെങ്കിൽ ഇവൻ ദൂതന്റെ തെളിവിട്ടല്ലേ പെരുമാറുന്നത്. എങ്കിലും അവൻ ദൂതനായ നിലയ്ക്ക് കൊല്ലാൻ പാടില്ല. വേണമെങ്കിൽ എന്തെങ്കിലും ശിക്ഷ നൽകി മടക്കി അയക്കാം. ശരി, എങ്കിൽ ഇവന്റെ വാലിൽ തുണിചുറ്റി തൈലമൊഴിച്ച് തീ കത്തിച്ചു വിടാം. ഇവന്റെ സ്വാമിയായ രാമന് പറ്റിയ പ്രതിസന്ദേശമായിരിക്കും അത്. നടക്കട്ടെ. रघुपति राघव राजा राम 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 सीता राम रघुपति राघव राजा राम आमय बंधमगत्तुमनंदम राम नाम मे ब्रह्मानंदम राम नाम मे ब्रह्मानंदम रामा जय रामा रामा जय रामा 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 മായക്കടലിൽ മറുകരയെത്താൻ മാനദരാമൻ നാമമിരിക്കേ നീലക്കടലിതു താൻ
പൊരുളും നമ്മുടെ രാമനു മുന്നേറിയാൻ. രാമ രാമ സീതാരാമ രഘുപതി രാഘവ രാജ രാമ 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 സീതാരാമ രഘുപതി രാഘവ രാജ രാമ. രാക്ഷസവംശമടക്കിയൊടുക്കാം രാമചരങ്ങൾ വണങ്ങി നടക്കാം. വാനരസേനകൾ നാമിനി ഒന്നായി വാരിധി താണ്ടി പോകണമിന്നാൾ. രാമ രാമ ഇതിനാണോ രാജഭോഗങ്ങൾ വെടിഞ്ഞ് 16 വർഷം നീ എന്നെ പിന്തുടർന്ന് പരിഹരിച്ചത്? നിന്റെ ജീവനെ രക്ഷിക്കാൻ പോലും കൽപ്പില്ലാത്ത ജാലിനി എന്തിന് ജീവിച്ചിരിക്കണം? പ്രഭു, ഇങ്ങനെ നിരാശനാകുന്നു. ഗംഗയുടെ ദക്ഷിണ ഗോപുരത്തിന് സമീപം മഹാസിദ്ധനായ രാജവൈദ്യ താമസം. അയാളെ കുത്തിക്കൊണ്ടുവന്നാൽ ഞൊടിയിടയിൽ ഞാൻ പോയി കൊണ്ടുവരാം. റാം റാം. ഉടൻ തന്നെ ജീവിപ്പിച്ചില്ലെങ്കിൽ നിന്റെ ജീവൻ നഷ്ടപ്പെടും. അയ്യോ, വൈദ്യരെ, കുമാരന്റെ ജീവൻ രക്ഷിക്കാൻ എന്താണ് വേണ്ടതെന്ന് പരിശോധിച്ച് പറയൂ. ഭയപ്പെടേണ്ട, വേഗം പറയൂ. മൃതസഞ്ജീവനി കൊണ്ടല്ലാതെ ഈ കുമാരനെ ജീവിപ്പിക്കാൻ സാധ്യമല്ല. അതെവിടെയുണ്ട്? ഹിമാലയത്തിന്റെ വടക്ക് വിശ്വാദ്രിയിൽ മാത്രമേ ആ ദിവ്യൌഷധം കിട്ടുള്ളൂ. പുലർച്ചയ്ക്കും ആ മരുന്ന് കൊണ്ടുവന്നാൽ കുമാരനെ ജീവിപ്പിക്കാം. ഞാൻ ഇതാ പുറപ്പെട്ടു. ഏതാണ് മൃതസഞ്ജീവിനി? ശരി, മലയോടെ പൊക്കിക്കൊണ്ടുപോകാം. റാം റാം. രാത്രി അവസാനിക്കാറായല്ലോ. ഹനുമാൻ നിശ്ചയമായി മരുന്നും കൊണ്ടുവരും. അതാ എവിടെ മേഖല? എന്ത് ലക്ഷ്മണൻ? ഇതെന്ത് മായാജാൻ? മരിച്ചവൻ പടവരുതാൻ വരുന്നു. മരിച്ചവനല്ല മേഘനാഥ, നിന്നെ കൊല്ലാൻ വരുന്ന കാലൻ. ഇതാ തടുക്കൂ. നീ എവിടെ പോകുന്നു? സമരരംഗത്തിലേക്ക്. അധർമ്മത്തിനു വേണ്ടിയുള്ള യുദ്ധം പരാജയത്തിലേക്ക് കലാശിക്കൂ. ധർമാധർമ്മങ്ങളെ പറ്റി ചിന്തിക്കാനുള്ള സമയമല്ലിത്. പരസ്ത്രീയെ അപഹരിച്ച അനീതിയുടെ ഫലം അനുഭവിച്ചേ തീരൂ.
അഭിമാന സംരക്ഷണത്തിനായി എന്തനുഭവിക്കാനും രാവണന് മടിയില്ല. പരാജയം സുനിശ്ചിതമായതിനു ശേഷം യുദ്ധം തുടരുന്നത് വിവേകമല്ല, ഇത് സന്ധിയില്ലാത്ത സമരമാണ്. രാജാവിന്റെ ദുർവാശിക്കായി രാജ്യത്തെ ബലികൊടുക്കുന്നത് രാജധർമ്മമാണോ? മുന്നോട്ട് വെച്ച കാൽ പിറകോട്ട് വയ്ക്കുന്നതല്ല വീരലക്ഷണം. ശക്തനായ ശത്രുവിനെ മിത്രമാക്കുന്നതല്ലേ രാജ്യതന്ത്രം. ആരിന്റെ അടിമയാകാൻ രാവണൻ തയ്യാറില്ല. നീ മരിച്ചാൽ ലങ്ക അടിമത്തത്തിലാകില്ലേ? അതിനെപ്പറ്റി ഞാനെന്തിനു ചിന്തിക്കണം? ആ പരമ്പരകളിൽ നിന്നെ സാമ്രാജ്യദ്രോഹി എന്ന് പഴിക്കും. സന്താനങ്ങളെല്ലാം നശിച്ച രാവണനെ പഴിച്ചാലെന്ത്? ഇത് കേവലം അഹങ്കാരമാണ്, ധിക്കാരമാണ്. ആണെങ്കിലാകട്ടെ. മഠയ മഹാശക്തനും വേദശാസ്ത്ര പാരംഗതനുമായ രാവണന്റെ അവസാനം ഇതാണോ? അതെ, പോർക്കളത്തിൽ വീരോചിതമായുള്ള മരണം. രാവണന് സ്വർഗമല്ല, വീരസ്വർഗമാണ് വേണ്ടത്. ഈ നീതിന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. പോ. ശത്രുവെങ്കിലും അങ്ങ് പ്രായത്തിലും പാണ്ഡിത്യത്തിലും ബഹുമാന്യനാണ്. രാമ, നിന്റെ മനോഗുണം നാം അഭിനന്ദിക്കുന്നു. മഹാവീരനായ നിന്നോട് യുദ്ധം ചെയ്യാനിടയായതിൽ സന്തോഷമുണ്ട്. ആരംഭിക്കേ. പ്രഭു, രാവണന്റെ നാഭിയിൽ അമൃത കലശമുണ്ട്. അത് നശിപ്പിക്കാതെ രാവണൻ മരിക്കുകയില്ല. അങ്ങനെയോ? കുമാര, ഒരു ദിവസം കൂടി ക്ഷമിക്കരുത്. സുമന്ത്രരെ, ഒരു വിനാഴിക പോലും കാത്തിരിക്കാൻ ഭരതൻ തയ്യാറില്ല. 14 വർഷം ഇന്ന് തികയുന്നു. എന്റെ ജ്യേഷ്ഠൻ മടങ്ങിയെത്തിയതുമില്ല. ഭരതനെ അഗ്നിയിൽ സ്വയം അർപ്പിച്ച് എന്നെ പിന്തിരിപ്പിക്കുവാൻ ആരും ശ്രമിക്കും. നിങ്ങൾ ആരാണ്? ശ്രീരാമദാസൻ ഹനുമാൻ, എന്റെ സ്വാമി. രാവണവധം കഴിഞ്ഞ് സീതാലക്ഷ്മണ സമേതം എഴുന്നള്ളുന്നു. ഈ വിവരം അറിയിക്കുന്നതിനായി മുൻകൂട്ടി എന്നെ അയച്ചതാണ്. പുണ്യാത്മാവേ, ഈ